Meet the editors. അതിവേഗം അസാധ്യമോ എന്നതാണ് ചോദ്യം. ജിമ്മി, അതിവേഗം നമ്മുടെ ഒരു സ്വപ്നമാണ്. പക്ഷെ ആ സ്വപ്നം യാഥാർത്ഥ്യമാകാതിരിക്കാൻ പല കാരണങ്ങളുണ്ട്. രാഷ്ട്രീയ കാരണങ്ങളും പ്രായോഗിക കാരണങ്ങളും. ഇപ്പോൾ ഉരുത്തിരിഞ്ഞിരിക്കുന്ന റെയിലാനന്തര തർക്കം എന്താണ് തോന്നുന്നത്? ഇത് ട്രെയിനെ കുറിച്ചുള്ള തർക്കമല്ല എന്നുള്ളതാണ് ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം. ഇത് രാഷ്ട്രീയമാണ്, തെരഞ്ഞെടുപ്പാണ്. തെരഞ്ഞെടുപ്പിൽ ആര് സ്കോർ ചെയ്യുന്നു എന്നുള്ളത് സംബന്ധിച്ചുള്ള ഒരു യുദ്ധമാണ് ഈ നടക്കുന്നത്. അല്ലാതെ കേരളയിലോ അതിനുശേഷം വന്ന 2 പദ്ധതികൾക്കോ ഒന്നും ഇപ്പോൾ വലിയ പ്രസക്തിയില്ല കേരളത്തിൽ. എന്താ കാര്യം? കേരയിൽ പദ്ധതിയുമായി ബന്ധപ്പെട്ടുള്ള തടസ്സങ്ങൾ ഒരുപാട് കാലമായി നീണ്ടു നിൽക്കെ തെരഞ്ഞെടുപ്പിൻ്റെ തലേ മാസം നമ്മൾ കൊണ്ടുവന്ന് എന്താണ് ഈ ചർച്ച ചെയ്യുന്നത്? അതാണല്ലോ ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കേരളയിൽ പൊളിഞ്ഞതിന് ശേഷം സംസ്ഥാന സർക്കാർ ഒരു വയബിൾ പ്രോജക്റ്റിന് വേണ്ടിയിട്ട് വളരെ കാര്യമായി ആത്മാർത്ഥമായി അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ശ്രീധരൻ മെട്രോ മാൻ ഒരു പുതിയ പദ്ധതിയുമായി സർക്കാരിനെ സമീപിക്കുന്നത്. കേരള സർക്കാർ ഇത് നല്ല ഐഡിയ ആണെന്ന് തോന്നുന്നു. അങ്ങനെയാണ് അശ്വിനി വൈഷ്ണവ് റെയിൽവേ മന്ത്രിയെ ശ്രീധരൻ്റെ പദ്ധതിയുമായി കെ വി തോമസും മുഖ്യമന്ത്രിയും പോയി കാണുന്നത്. ഈ ഒരൊറ്റ കാര്യത്തിന് വേണ്ടി പോയി കണ്ടതാണ്. അപ്പോൾ അവിടെ കാണുന്നു. അപ്പോൾ അശ്വിനി വൈഷ്ണവ് അങ്ങനെ ഒരു പദ്ധതി ഉണ്ടോ, ശരി നമുക്ക് ആലോചിക്കാം എന്ന് പറയുന്നു. അതാണ് ഇപ്പോൾ ശ്രീധരൻ പറയുന്ന സെമി ഹൈസ്പീഡ് റെയിൽ പ്രോജക്റ്റ് എന്ന് പറയുന്നത്. 88,000 കോടി രൂപയുടെ പദ്ധതി. അതൊക്കെ നമ്മൾ പിന്നെയാണ് അറിയുന്നത്. പക്ഷേ അതിനുശേഷം നടന്ന സംഭവം അതങ്ങനെ മന്ദീഭവിച്ച് നിൽക്കുന്നു. അതിൻ്റെ അന്വേഷണങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ പ്രത്യേകിച്ച് ഒരു കാര്യപരിപാടിയും ഉണ്ടാകുന്നില്ല. അങ്ങനെ ഇരിക്കെ ശ്രീധരൻ സ്വന്തം നിലയ്ക്ക് ഈ പദ്ധതി അനൗൺസ് ചെയ്യുകയാണ്. ഏതാ? കേരളത്തിൽ കേരളിൻ്റെ നാണക്കേടിൽ നിന്ന് കേരളം സർക്കാരിന് ഒരു ചെറിയ തിരിച്ചടി കിട്ടിയ ശേഷം പുതിയ പദ്ധതി ആലോചിച്ചിരിക്കുമ്പോൾ ശ്രീധരൻ എൻ്റെ പദ്ധതി എന്ന് പറഞ്ഞ് സ്വന്തം നിലയ്ക്ക് ഈ പദ്ധതി പ്രഖ്യാപിക്കുന്നു. അവിടെയാണ് പ്രശ്നം. ശ്രീധരൻ ആരാ പ്രഖ്യാപിക്കാറെന്ന് സ്വാഭാവികമായി സംസ്ഥാന സർക്കാരിന് തോന്നും, നമുക്കും തോന്നും. ശ്രീധരൻ വലിയ കക്ഷിയാണ്, മെട്രോമാനാണ്. പക്ഷേ കേരളത്തിൻ്റെ പദ്ധതി കേരളം പ്രഖ്യാപിക്കണ്ടേ? അപ്പോൾ അത് ഉണ്ടായില്ല എന്നുള്ളതും ശ്രീധരൻ സ്വന്തം നിലയ്ക്ക് ചെയ്യുമ്പോൾ ആരാ ശ്രീധരൻ? കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പാലക്കാടിൽ BJPയുടെ സ്ഥാനാർത്ഥിയായിരുന്ന, BJPയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകുമെന്നൊക്കെ പുള്ളി തന്നെ പറഞ്ഞിരുന്ന ഒരു വ്യക്തി. അങ്ങനെ ഒരു ആൾ കേരളത്തിൻ്റെ പദ്ധതി പ്രഖ്യാപിച്ചാൽ അതിനെങ്ങനെ കൈയടിക്കും എന്നുള്ളതായിരുന്നു പിണറായി വിജയൻ്റെയും മന്ത്രിസഭയുടെയും ഇടതുമുന്നണിയുടെയും ഒക്കെ പ്രശ്നം. അതുകൊണ്ട് ബജറ്റിന് 5 ദിവസം മുമ്പ് രായിക രാമാനം പെട്ടെന്ന് ഒരു പുതിയ പദ്ധതി ഓൾറെഡി പൈപ്പ് ലൈനിലുള്ളതായിരുന്നു, പക്ഷേ അത് വളരെ പെട്ടെന്ന് റെഡിയാക്കി അവർ പ്രഖ്യാപിക്കുന്നു. അതാണ് ദില്ലി മാതൃകയിലുള്ള, ദില്ലിയിൽ ഇതിനു മുമ്പ് നടന്നിട്ടുള്ള RRTS. അത് മറ്റൊരു രീതിയിലുള്ള പദ്ധതിയാണ്. ശരി, ഈ 2 പദ്ധതികളും 2 വഴിക്ക് നിൽക്കുകയാണ്. അപ്പോൾ ശ്രീധരൻ ഇന്ന് വെടിപൊട്ടിച്ചപ്പോൾ അതിൽ വളരെ പ്രധാനപ്പെട്ട ചോദ്യം ചോദിക്കുന്നുണ്ട്. മുഖ്യമന്ത്രിക്കോ അല്ലെങ്കിൽ സർക്കാരിനോ ഇറ്റ്സ് ഫൂളിഷ്നെസ്, വട്ടാണെന്നാണ് പറയുന്നത്. ഇങ്ങനൊരു പദ്ധതി നടക്കാനുള്ള ഒരു സാധ്യതയുമില്ല എന്ന് അദ്ദേഹത്തിൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുന്നു. അതിൽ ചില കാരണങ്ങൾ അദ്ദേഹം പറയുന്നത് കേൾക്കുമ്പോൾ നമുക്ക് ശരിയാണെന്ന് തോന്നാം. കാരണം ഈ പദ്ധതി RRTS എന്ന് പറയുന്നത്, RRTSൻ്റെ ഉദ്ദേശം തന്നെ മെട്രോ നഗരങ്ങളെ റൂറലുമായി ബന്ധപ്പെടുക, അല്ലെങ്കിൽ റൂറലിൽ നിന്ന് മെട്രോയിലേക്ക് ബന്ധപ്പെടുത്തുക, മെട്രോ നഗരങ്ങളെ ബന്ധപ്പെടുക. ഇപ്പം ഇത് നടന്നിട്ടുള്ള സ്ഥലം ഡൽഹിയാണ്. ഡൽഹിയിലെ മീററ്റിൽ നിന്ന് ദില്ലിയുടെ ഔട്ട്സ്കേർട്സിലേക്ക് പോകുന്ന പദ്ധതിയാണിത്. ഒരു 50-60 കിലോമീറ്റർ ദൂരം കാണും. അതിനുവേണ്ടിയാണ് ഈ പദ്ധതിയുടെ ഡിസൈൻ. നിങ്ങൾക്ക് കേരളത്തിൽ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ നടപ്പിലാക്കാനാവില്ല എന്നാണ് ശ്രീധരൻ പറയുന്നത്. പക്ഷേ അദ്ദേഹം പറഞ്ഞ വാക്ക് ഹാർഷാണ്. ഇറ്റ്സ് ഫൂളിഷ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഈ നിലപാടെടുത്തത്. അതുപോലെ തന്നെ അദ്ദേഹം പറയുന്ന വേറൊരു കാര്യം, നിങ്ങൾക്ക് ഈ പറയുന്ന വേഗത കിട്ടില്ല. ഒരു 70-80 കിലോമീറ്റർ അപ്പുറത്തേക്ക് ഇതിന് വേഗത്തിൽ പോകാൻ പറ്റില്ല. കാരണം കൂടുതൽ സ്റ്റേഷനുണ്ടാവും. ഇതിൻ്റെ ഡിസൈൻ തന്നെ അങ്ങനെയാണ് എന്നുള്ളതാണ് ശ്രീധരൻ പറയുന്നത്. അതുകൊണ്ട് ഒരു കാരണവശാലും ഈ പദ്ധതി നടക്കാനുള്ള സാധ്യതയില്ല. കേന്ദ്ര സർക്കാർ അനുമതി നൽകില്ല. പരമാവധി തിരുവനന്തപുരത്ത് ചെങ്ങന്നൂർ വരെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ പദ്ധതിയുമായി ചെന്നാൽ കേന്ദ്ര സർക്കാർ അനുമതി നൽകും. അല്ലാതെ ഇത് കിട്ടാൻ പോകുന്നില്ലെന്ന് ശ്രീധരൻ ആധികാരികമായി പറയുന്നു. ശ്രീധരനെ ചൊടിപ്പിച്ച കാര്യം, ഇന്നലെ മുഖ്യമന്ത്രി ശ്രീധരൻ സ്വന്തമായി ഈ പദ്ധതി പ്രഖ്യാപിച്ചപ്പോൾ അതിന് വളരെ ശക്തമായ മറുപടി ഇന്നലെ കൊടുത്തിരുന്നു. അതിൽ അദ്ദേഹം പറഞ്ഞത്, ശ്രീധരൻ ഒരു പദ്ധതി വന്നു, കൊള്ളാമെന്ന് ഞങ്ങൾ വിചാരിച്ചു. ഞങ്ങൾ അവസാനം അശ്വിനി വൈഷ്ണവിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ അശ്വിനി വൈഷ്ണവ് കൈമലർത്തുകയാണ്. ഉണ്ടോ അങ്ങനെ ഒരു പദ്ധതി ഉണ്ടോ? അപ്പോൾ ശ്രീധരൻ പറഞ്ഞത് അദ്ദേഹവുമായി സംസാരിച്ചു, എല്ലാം ഗംഭീരമാണെന്നാണല്ലോ. ഇതൊന്നും ഞങ്ങൾക്ക് അവിടെ നിന്ന് മനസ്സിലായില്ല. ഇനിയിപ്പോൾ ശ്രീധരൻ അങ്ങനെ നടത്തെങ്കിൽ നടത്തിക്കോട്ടെ എന്നായിരുന്നു പറയുന്നു. അപ്പോൾ വിഷയം രാഷ്ട്രീയമാണ്. BJPയുടെ സ്ഥാനാർത്ഥിയായിരുന്ന ശ്രീധരൻ ഒരു പദ്ധതി പ്രഖ്യാപിക്കുന്നു. കേരള സർക്കാർ ഇടതുമുന്നണി മറ്റൊരു പദ്ധതി പ്രഖ്യാപിക്കുന്നു. രണ്ടും ട്രെയിനാണ് എന്നുള്ളതല്ലാതെ, രണ്ടും അതിവേഗം എന്നുള്ളതല്ലാതെ ഇത് തമ്മിൽ യാതൊരു ബന്ധവുമില്ല, ഇത് തമ്മിൽ യാതൊരു കണക്ഷനുമില്ല. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഇതിൽ ഏത് വേണമെങ്കിലും, ഇപ്പോൾ പറയുന്നു ഏത് വേണമെങ്കിലും നടക്കട്ടെ എന്ന് സർക്കാർ പറയുകയാണ്. അതാണ് ഈ കഥയിലെ അടുത്ത രംഗം. എന്താ കാരണം? 2 ദിവസം കഴിഞ്ഞാൽ ബജറ്റ് വരികയാണ്. ഈ ബജറ്റിൽ കേരള സർക്കാരിൻ്റെ RRTSനേക്കാൾ ശ്രീധരൻ പറഞ്ഞ സെമി ഹൈസ്പീഡ് റെയിൽ പദ്ധതിക്കാണ് ബജറ്റിൽ തുക വിലയിരുത്തുന്നതെങ്കിലോ
സംസ്ഥാന സർക്കാർ തലേദിവസം ഇന്നലത്തെ ബജറ്റിൽ 100 കോടി ഇതിനു വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. കേന്ദ്രം വളരെ സീരിയസ് ആയി ശ്രീധരൻ്റെ പദ്ധതിയാണ് പിന്തുണയ്ക്കുന്നതല്ലോ. ഇതിന് രണ്ടിനും കേന്ദ്രത്തിന് അനുമതിയാണ് വേണ്ടത്. അപ്പോൾ ആ പദ്ധതിയുമായി മുന്നോട്ട് പോകേണ്ടി വരും. അപ്പോൾ തൽക്കാലം അതെങ്കിൽ അത് ഇതെങ്കിൽ ഇത്. പക്ഷേ കേരളിന് ബദലായി ഏത് പദ്ധതി വന്നാലും അത് നമുക്ക് നല്ലതാണ് എന്നാണ് ഇവർ പറഞ്ഞു വയ്ക്കുന്നത്. അപ്പോൾ ഒരു സംശയം, ഇപ്പം നമ്മുടെ മുമ്പിൽ 3 പദ്ധതിയായി. കേരളയിലായി, RRTS ആയി, അതുപോലെ തന്നെ സെമി സ്പീഡ് റെയിൽ പദ്ധതിയായി. 3 എണ്ണം ഉണ്ട്. എന്താണ് കേരളത്തിൽ ഈ പദ്ധതി ഒന്നും നടപ്പാക്കാൻ, ഈ ആദ്യത്തെ പദ്ധതി നടപ്പാക്കാതിരിക്കാനുള്ള കാരണം എന്താണ്? കേരളയിൽ സംഭവിച്ചത് വളരെ വലിയ ജനവികാരമുണ്ടായി. കാരണം കേരളത്തിൻ്റെ ഒരറ്റം മുതൽ അങ്ങേയറ്റം വരെ വല്ലാതെ ഭൂമി ഏറ്റെടുക്കണമായിരുന്നു. അതാണ് ഇതിൻ്റെ മർമ്മം. നിങ്ങൾക്കൊരു കേരളത്തിലൊരു പുതിയ പദ്ധതി വരണമെങ്കിൽ കാര്യമായി ഭൂമി ഏറ്റെടുക്കണം. ആ ഭൂമി ഏറ്റെടുത്തപ്പോൾ മഞ്ഞക്കുറ്റി എന്ന് പറഞ്ഞ് കളിയാക്കിയതും അതിനെതിരെ വലിയ ജനകീയ പ്രക്ഷോഭങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. സർക്കാർ അത് മുന്നോട്ട് പോകാൻ പറ്റിയില്ല എന്ന് മാത്രമല്ല, കേന്ദ്ര സർക്കാർ അതിന് അനുമതി കൊടുത്തതുമില്ല. കേന്ദ്ര സർക്കാർ അനുമതി കൊടുത്തിരുന്നെങ്കിൽ സർക്കാർ കൂടുതൽ പെട്ടേനെ. കാരണം ഈ പദ്ധതി നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് സ്ഥലം നിർബന്ധമായി അക്യൂർ ചെയ്യാൻ വന്നാൽ അത് വളരെ വലിയ കുഴപ്പങ്ങളിലേക്ക് പിന്നെയും പോകും. അന്ന് ഒരു പ്രശ്നമുണ്ടായി അതവിടെ നിൽക്കുമ്പോൾ കേന്ദ്രം എന്തുകൊണ്ടാണ് അനുമതി കൊടുക്കാതിരുന്നത്? ജനകീയ പ്രക്ഷോഭം മാത്രമല്ല, ഇതിൻ്റെ പ്ലാൻ, ഇതിൻ്റെ DPR തയ്യാറാക്കും ഇതൊട്ടും ശാസ്ത്രീയമല്ല എന്നുള്ളതായിരുന്നു. ആ വാദം അവിടെ തന്നെ നിൽക്കുകയാണ്. എന്താണ് പറഞ്ഞത്? 13 അടി പൊക്കത്തിൽ 13 അടി പൊക്കത്തിൽ വലിയ മൺകൂനകളുണ്ടാക്കി കേരളത്തിൻ്റെ വടക്ക് നിന്ന് തെക്ക് വരെ നിങ്ങളൊരു പുതിയ മതിൽ പണിയുകയാണ്. അപ്പോൾ കേരളത്തിൻ്റെ പരിസ്ഥിതിയെ വളരെ രൂക്ഷമായി ബാധിക്കുന്ന രീതിയിൽ നീരൊഴുക്കുകളെ തടസ്സപ്പെടുത്തുന്ന, വെള്ളത്തിൻ്റെ സ്വാഭാവികമായ ഒഴുക്കിനെയും മറ്റുമൊക്കെ പോകുന്ന, ആ ഭൂമിയുടെ ഘടനയെ തന്നെ മാറ്റിമറിക്കുന്ന ഒരു പരിപാടിയായി പോകും. അതുകൊണ്ട് ഇത് ഒരു കാരണവശാലും ശാസ്ത്രീയമല്ല. ഇത് കേരളം പോലൊരു സ്ഥലത്ത്, ചരിവ് പ്രദേശങ്ങൾ കാര്യമായുള്ളൊരു സ്ഥലത്ത്, മലനാട്, ഇടനാട്, സമുദ്രം എന്ന രീതിയിൽ നദികൾ ഒഴുകുന്നൊരു സ്ഥലത്ത്, വെള്ളം ഒഴുകുന്ന സ്ഥലത്ത് ഇത് പറ്റില്ല എന്നുള്ളതായിരുന്നു അന്നത്തെ മുഴുവൻ വാദം. ആ വാദത്തിൽ തട്ടിയാണ് കേന്ദ്ര സർക്കാരുമൊക്കെ ഇതിനകത്ത് പരിസ്ഥിതി പ്രശ്നവും മറ്റു പല കാര്യങ്ങളും പറഞ്ഞ് അനുമതി കൊടുക്കാതിരുന്നത്. ഈ വാദം കുറച്ച് കഴിഞ്ഞപ്പോൾ ശരിയാണെന്ന് തെളിഞ്ഞത് നമ്മൾ കണ്ടില്ലേ. 9 സ്ഥലത്താണ് ദേശീയപാതയുടെ പുനരുദ്ധാരണ പരിപാടിയും വിപുലീകരണ പരിപാടിക്കും ഇടയ്ക്ക് ഇതുപോലെ തന്നെ വലിയ മൺകൂനുകൾ എംബാർക്ക്മെൻ്റ് ഉണ്ടായി. കേരളത്തിൽ 13-14 അടി പൊക്കത്തിൽ ഇതുപോലെ തന്നെ എങ്ങനെയാണോ നിങ്ങൾ കേരളിന് പ്ലാൻ ചെയ്യുന്നത് അതുപോലെ തന്നെ പുതുതായ രീതിയിൽ ദേശീയപാത വിപുലീകരിച്ചപ്പോൾ 9 സ്ഥലത്താണ് ദേശീയപാത തകർന്നു വീണത്. ഒരുപാട് വീടുകൾക്ക്, നാട്ടുകാർക്ക് ഒക്കെ അവരുടെ സ്വൈര്യജീവിതം തടസ്സപ്പെടുന്ന സംഭവം ഉണ്ടായി. എത്ര സ്ഥലത്താണ്? ഇപ്പോൾ കൂരിയാട് മലപ്പുറത്ത് മുതൽ കണ്ണൂർ 3 സ്ഥലത്ത്, ചാവക്കാട്, തൃശ്ശൂർ, എല്ലാ ജില്ലയിലും ഉണ്ട്. കാസർഗോഡാണെങ്കിൽ കാഞ്ഞങ്ങാടും മലാപ്പറമ്പിലും, മലപ്പുറത്ത് തലപ്പുറയിൽ, കൊല്ലത്ത് മൈലക്കാട്, ഇത്രയും സ്ഥലത്ത് സംഭവിച്ചു. അപ്പോൾ 9 സ്ഥലങ്ങളിലുണ്ടായി. ഈ 9 സ്ഥലങ്ങളിലും എന്താണോ കേരളയിൽ ഉണ്ടാകുമെന്ന് പറഞ്ഞ പ്രശ്നം, നിങ്ങൾ വലിയ മൺകൂനകൾ കെട്ടിപ്പൊക്കി സ്വാഭാവികമായ നീരൊഴുക്ക് തടഞ്ഞാൽ, അന്ന് ആ ഭൂമിയുടെ രീതി മാറ്റിയാൽ വലിയ കുഴപ്പങ്ങളുണ്ടാകുമെന്ന് പറഞ്ഞത് ശരിയായി വന്ന സംഭവമായിരുന്നു ദേശീയപാതയുടെ പുനരുദ്ധാരണ പരിപാടി, വിപുലീകരണ പരിപാടി. ആ പ്രശ്നം പരിഹരിക്കാതെ കേരളത്തിൽ കേരളമെന്നല്ല ഈ ഒരു പദ്ധതി നടപ്പിലാക്കാൻ പോകുന്നില്ല. മാത്രമല്ല, ഈ ദേശീയപാതയിലെ പദ്ധതി നടപ്പാക്കുമ്പോൾ ഈ കുത്തനെ മുറിച്ചു നിർത്തിയിരിക്കുന്ന മലകളൊക്കെയാണ് നമ്മൾ കാണുന്നത്. അതൊക്കെ ഒരു മഴ വരുമ്പോൾ പൊടിഞ്ഞു താഴേക്ക് വീഴുന്ന കാണാം. പക്ഷേ ഇത് സംഭവിക്കുമ്പോൾ സംസ്ഥാന സർക്കാർ പറയുന്നത് ഞങ്ങളുടെ ഉത്തരവാദിത്തമല്ല, ദേശീയപാത ഞങ്ങളുടെ ഉത്തരവാദിത്തമല്ല എന്ന് പറയുകയാണ്. ഇത് അശാസ്ത്രീയമായി തന്നെ ഈ കാര്യങ്ങൾ നടന്നു പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. അതെ, ഇത് തിരിച്ച് അവരോട് ചോദിക്കാനുള്ളത്, ഇത് ദേശീയപാത അവരുടെ ഉത്തരവാദിത്തം അല്ലെങ്കിൽ ഈ കേരളയിൽ പണിയുമ്പോഴോ അത് സംസ്ഥാന സർക്കാരിൻ്റെ ഉത്തരവാദിത്തം ആയിരിക്കുമല്ലോ. ഇതേ പ്രശ്നം ഉണ്ടാകുമല്ലോ. അപ്പോൾ ട്രെയിൻ വരുമോ ഇല്ലയോ എന്ന് ചോദിച്ചാൽ ഈ പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടായാലേ ട്രെയിൻ വരികയുള്ളൂ, തീവണ്ടി പദ്ധതി വരികയുള്ളൂ. അപ്പോൾ അതിനകത്ത് ശ്രീധരൻ പറയുന്ന പദ്ധതിയിൽ ഭൂരിഭാഗവും ബ്രിഡ്ജുകളാണ്. വയഡക്റ്റ് മറ്റേതിനാണ് ഏതാ സംസ്ഥാന സർക്കാരിൻ്റെ. സംസ്ഥാനത്ത് വയഡക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ മണ്ണിട്ട് നിർത്തുന്നതല്ല, അല്ല ഈ തൂണിന്മേൽ തന്നെയാണ്. അത് പുതിയ 2 പദ്ധതികൾ, ഈ വരുന്ന പുതിയ 2 തൂണിലാണ്. ജിം സാർ പറഞ്ഞതിൽ അതൊരു പ്രശ്നം ഉണ്ട്, അറിയോ? ഈ 2 പദ്ധതികളും വയഡക്റ്റിൽ തന്നെയാണ്. ഞാനതിലേക്ക് വരുന്നത്. അല്ല, മുൻപ് ഈ കേരളയിൽ പറഞ്ഞതും കൂടുതലും ആകാശപാത പോലെയാണ്. സ്ഥല ഏറ്റെടുപ്പിന് വേണ്ടിയിട്ടല്ലേ? ടണലും വരും. അതിന്റെ വിശദാംശങ്ങൾ പറയാം. 60% ടണൽ വരും, എലവേറ്റഡും ടണലും വരും. 60% സ്ഥലവും ഇതാണ്, നേരായി തന്നെയാണ്. അതുകൊണ്ടാണ് 60, അതായത് മണ്ണിട്ട് തന്നെയാണ് 60%. അതുകൊണ്ടാണ് മണ്ണിട്ടില്ല, നിരപ്പായ സ്ഥലമാണ്. അതെ, മണ്ണിട്ട് പൊക്കണം, എന്നാലേ ഇത് പൊക്കത്തിലേ പറ്റുള്ളൂ. നിരപ്പായ സ്ഥലമാണ്, മണ്ണിട്ട് പൊക്കണം. അതുകൊണ്ടാണ് 66,000 കോടിയാണ് ആ പദ്ധതിക്കുള്ള എസ്റ്റിമേറ്റ്.
88,000 കോടിയാണ് ഈ പുതിയ പദ്ധതിയുടെ പ്രോജക്റ്റ്. 20,000 കോടിയുടെ വ്യത്യാസമുണ്ട്. അതിൻ്റെ കാരണം ആകാശപാതയായിട്ടാണ് ബഹുഭൂരിപക്ഷം സ്ഥലങ്ങളും ഡിസൈൻ ചെയ്തത്. മറ്റു ചില സ്ഥലങ്ങളിൽ തുരങ്കത്തിൽ കൂടിയാണ് പോകുന്നത്. കേന്ദ്ര സർക്കാരും ഇപ്പോൾ കേരളം പ്രപ്പോസ് ചെയ്യുന്ന ഈ പദ്ധതിയും ശ്രീധരൻ പ്രപ്പോസ് ചെയ്യുന്ന ഈ പദ്ധതിക്കും രണ്ടിനും ഈ ഭൂമിയുടെ കേരളത്തിൻ്റെ ആവാസ വ്യവസ്ഥയെയും ഈ പറയുന്ന പാരിസ്ഥിതിക പ്രശ്നങ്ങളെയും ഒരു പരിധിവരെ മറികടക്കാനാകും എന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ കേരളിൻ്റെ പ്രശ്നം പരിഹരിച്ചുകൊണ്ടാണ് ഈ സ്ഥാനത്തിലേക്ക് വരുന്നതെങ്കിൽ നല്ല കാര്യം. അത് അതിൻ്റെ DPRും മറ്റു കാര്യങ്ങളും പദ്ധതിയും പ്രൊജക്റ്റുകളും ഒക്കെ വന്നതിന് ശേഷമാണ്. പക്ഷേ ഇപ്പോൾ ഇതിൻ്റെ പേരിൽ അടിയുണ്ടാക്കുന്ന ഒറ്റ രണ്ടും ഒരുപോലെയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ രണ്ടിൻ്റെയും സാങ്കേതിക പ്രശ്നങ്ങളാണെങ്കിൽ ശ്രീധരൻ പറയണം, അല്ലെങ്കിൽ ഇതിൻ്റെ വിദഗ്ധർ പറയണം. ശ്രീധരൻ സാർ പറയുന്നു ഇത് മണ്ടത്തരമാണ്, ഇത് ഈ RRTS എന്ന് പറയുന്നത് പരമാവധി നിങ്ങൾക്ക് ചെങ്ങന്നൂർ വരെ ഏതെങ്കിലും ഗ്രാമപ്രദേശവും ഏതെങ്കിലും ഒരു നഗരവും തമ്മിൽ കണക്ട് ചെയ്യാൻ മാത്രമേ ചെയ്യാറുള്ളൂ. ഉദാഹരണത്തിന് മീററ്റ് മുതൽ ഡൽഹി വരെ വെറും 60 കിലോമീറ്ററേ ഉള്ളൂ. അപ്പോൾ അങ്ങനത്തെ ഒരു പദ്ധതിയാണെങ്കിൽ RRTS കേരളത്തിൽ ഇങ്ങേയറ്റം മുതൽ അങ്ങേയറ്റം വരെ നടപ്പിലാക്കാൻ സാധിക്കില്ല. ഇറ്റ്സ് ഫൂളിഷ്നെസ് എന്ന് പറയുന്നു. അദ്ദേഹം അങ്ങനെ പറയുന്നു, എനിക്കറിയില്ല. പക്ഷേ ശരിയാണെങ്കിൽ അത് മണ്ടത്തരമാണ്. അതിൻ്റെ കാരണം ശ്രീധരൻ്റെ ഒരു പ്രോജക്റ്റും കേരള സർക്കാരിൻ്റെ ഒരു പ്രോജക്റ്റ് എന്നുള്ളതല്ല, BJPയുടെ ഒരു പ്രോജക്റ്റും ഇപ്പോഴത്തെ ഇടതുമുന്നണിയുടെ ഒരു പ്രോജക്റ്റും തമ്മിലുള്ള ഫൈറ്റായിട്ടാണ് നമ്മൾ ഇതിനെ കാണേണ്ടത്. ഈ ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം, ഈ പൊടിപടലങ്ങളെല്ലാം അടങ്ങിയതിന് ശേഷം ഈ പദ്ധതിയുടെ പഠനങ്ങൾ വരട്ടെ, വിശദാംശങ്ങൾ വരട്ടെ. കേരളത്തിന് അനുയോജ്യമാണെങ്കിൽ, കേരളത്തെ മതിലുകൊണ്ട് മൂടാത്ത പദ്ധതിയാണെങ്കിൽ, പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉയർത്തിയതിനൊക്കെ മറുമരുന്നുണ്ടെങ്കിൽ ഈ പദ്ധതിയെ ഏതായാലും ഞാൻ സ്വാഗതം ചെയ്യുന്നു. പക്ഷേ ഇപ്പോഴുള്ളത് അസാധ്യമാണ്. കാരണം ഇത് ട്രെയിനിന് വേണ്ടിയിട്ടുള്ളതല്ല, ഇലക്ഷന് വേണ്ടിയിട്ടുള്ള ട്രെയിൻ യുദ്ധമാണ്. അതിവേഗം അസാധ്യമോ എന്ന ചർച്ച തുടരാം. സുനിലേക്ക്. സുനിൽ, എന്താണ് തോന്നുന്നത്? സാധ്യമാണോ ഇത്? അല്ല, അതിവേഗം സാധ്യമാണ് എന്ന തരത്തിലേക്കാണല്ലോ കാര്യങ്ങൾ വരുന്നത്. കാരണം ഇപ്പോ തെക്ക് വടക്ക് ബന്ധിപ്പിക്കുന്ന ഒരു റെയിൽവേ ലൈൻ വേണം എന്നതിലേക്ക് എല്ലാ ചർച്ചകളും എത്തിക്കഴിഞ്ഞു. ആദ്യം സിൽവർ ലൈൻ പ്രഖ്യാപിച്ചപ്പോൾ വലിയ പ്രതിഷേധമുണ്ടായി. അതിന്റെ സാധ്യത, പാരിസ്ഥിതിക പ്രശ്നങ്ങളൊക്കെ തന്നെ ഉയർന്നു വന്നു. അത് വേണ്ടെന്ന് വെച്ചു. ഏതായാലും പിന്നീട് ശ്രീധരന്റെ നിർദ്ദേശപ്രകാരം തന്നെയാണ് ഈ ഒരു അതിവേഗ പാത എന്നൊരു നിർദ്ദേശം സർക്കാർ തന്നെ മുന്നോട്ട് വെക്കുന്നത്. ജിമ്മി പറഞ്ഞതുപോലെ തന്നെ KV തോമസിനൊപ്പം മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്ര റെയിൽവേ മന്ത്രിയെ കണ്ടു. ഇങ്ങനെ ശ്രീധരൻ ഇങ്ങനെ ഒരു നിർദ്ദേശം വെച്ചിട്ടുണ്ട് എന്ന് അറിയിച്ചു. ഇതുമായി ബന്ധപ്പെട്ട ഔദ്യോഗികമായ കത്തൊക്കെ റെയിൽവേ മന്ത്രാലയത്തിന് നൽകിയതാണ്. പക്ഷേ അന്ന് റെയിൽവേ മന്ത്രി പറഞ്ഞത് അങ്ങനെ എനിക്ക് അറിയില്ല, ഓർക്കുന്നില്ല എന്നൊക്കെയാണ് പറഞ്ഞത്. അതിന്റെ അടിസ്ഥാനത്തിൽ പിന്നീട് ആ ഒരു പദ്ധതി തന്നെ ഇല്ലാതായി പോയി. തൊട്ടു പിന്നാലെയാണ് ഇപ്പോ ഈ ബജറ്റിൽ കേരളം ഈ RRTS പദ്ധതി പ്രഖ്യാപിച്ചത്. അത് വെറുതെ പ്രഖ്യാപിച്ചതല്ല. കേന്ദ്ര നഗരവികസന മന്ത്രി മനോഹർ ലാൽ ഖട്ടാർ ഒരു പൊതുപരിപാടിയിൽ പറയുകയാണ്, കേരളത്തിൽ RRTS പോലുള്ള റെയിൽ സർവീസുകൾ പ്രായോഗികമാണ്, ആ പദ്ധതി കേരളത്തിൽ നടപ്പാക്കാൻ കഴിയുന്നതാണ് എന്ന് കേന്ദ്ര നഗരവികസന മന്ത്രി പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ ഒരു പ്രപ്പോസൽ കേരളം തയ്യാറാക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു പദ്ധതി തന്നെ ബജറ്റിലേക്ക് വരുന്നത്. നേരത്തെ ജിമ്മി പറഞ്ഞതുപോലെ ഡൽഹി മുതൽ മീററ്റ് വരെ ഏതാണ്ട് 82 കിലോമീറ്റർ ദൂരമാണ്. അതിൽ ഏതാണ്ട് ഒരു 75% പദ്ധതി പൂർത്തിയായി. പദ്ധതി ഇപ്പോൾ ട്രെയിൻ ഓടിത്തുടങ്ങി. ഇനി കുറച്ച് ഭാഗം മാത്രമേ അതിന്റെ പൂർത്തിയാകാനുള്ളൂ. ഇത്തവണത്തെ എക്കണോമി സർവേയിൽ പറയുന്നത് രാജ്യത്തെ ഏതാണ്ട് എല്ലാ സംസ്ഥാനങ്ങളിലും RRTS പോലുള്ള റെയിൽ സർവീസുകൾ വരുന്നത് സാമ്പത്തിക മേഖലയ്ക്ക് ഗുണമാണ് എന്ന് വളരെ കൃത്യമായി പറയുന്നുണ്ട്. കാരണം ഇത്തരം റെയിൽ സർവീസുകൾ നഗരങ്ങളെയും ഗ്രാമങ്ങളെയും ബന്ധിപ്പിക്കുന്ന റെയിൽ സർവീസുകളിലൂടെ അത്തരം കണക്ടിവിറ്റികൾ വർദ്ധിക്കുന്നതിലൂടെ ചരക്ക് നീക്കം വേഗത്തിലാകും. അങ്ങനെ സാമ്പത്തിക മേഖലയ്ക്കൊക്കെ തന്നെ ഗുണം ചെയ്യുന്നതാണ് RRTS എന്നതാണ്. കേരളം എന്ന് പറയുന്നത് വലിയൊരു സംസ്ഥാനമല്ലല്ലോ. അത് വളരെ ചെറിയ ഇന്ത്യ മാപ്പിൽ ഒരു പൊട്ടുപോലെ കിടക്കുന്ന ഒരു സംസ്ഥാനമാണ്. ഒരു 500-600 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ദൂരം എന്ന് പറയുന്നത്. വേണമെങ്കിൽ സാധ്യമാകാവുന്ന പദ്ധതിയാണ് എന്ന് കേന്ദ്ര നഗരവികസന മന്ത്രി തന്നെ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു പ്രപ്പോസൽ തയ്യാറാക്കുന്നത്. 3 പദ്ധതികൾ ഇപ്പോൾ തന്നെ ഈ RRTS പദ്ധതി ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് കേന്ദ്രം ഇപ്പോൾ തന്നെ അത് കടലാസിലാണ്. ഒന്ന് ബാംഗ്ലൂരു മുതൽ ഹൊസൂർ വരെ, അത് 40-50 കിലോമീറ്ററിൽ താഴെയാണ്. അതുപോലെ തന്നെ ചെന്നൈ മുതൽ അതുപോലെ തന്നെ ചെങ്കൽപ്പേട്ട് വരെയുള്ള അത് ഏതാണ്ട് 70 കിലോമീറ്റർ ദൂരത്തിലുള്ളതാണ് ആ റെയിൽ സർവീസ്. മൂന്നാമത്തെ പദ്ധതി ഹൈദരാബാദ് വാറങ്കലാണ്. അത് 147-150 കിലോമീറ്റർ ദൂരത്തിലുള്ള പദ്ധതിയാണ്. അപ്പം മനസ്സിലാക്കണം, ഇതൊരു 150 കിലോമീറ്റർ ദൂരത്തിലുള്ള പദ്ധതിയാണ് ഏറ്റവും വലുതായി ഇതുവരെ അനുവദിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ നടപ്പാക്കാൻ പോകുന്നത്. പക്ഷേ ഏതായാലും ഈ പദ്ധതി വ്യാപകമായി എല്ലാ സംസ്ഥാനങ്ങളിലും അനുവദിക്കുന്നുണ്ട്. പക്ഷേ ഇത് രണ്ടും 2 മന്ത്രാലയമാണെന്ന് ഓർക്കണം. ഇപ്പോൾ ഈ ശ്രീധരൻ മുന്നോട്ട് വെക്കുന്ന ഈ അതിവേഗ റെയിൽ സർവീസ് പദ്ധതി എന്ന് പറയുന്നത് റെയിൽവേ മന്ത്രാലയം അപ്രൂവ് ചെയ്യേണ്ട പദ്ധതിയാണ്. അതേസമയം സംസ്ഥാന സർക്കാർ ഇപ്പോൾ മുന്നോട്ട് വെച്ചിരിക്കുന്ന ഈ RRTS എന്ന് പറയുന്നത് നഗരവികസന മന്ത്രാലയമാണ്. രണ്ടും ട്രെയിൻ തന്നെയാണ്.
വേറെ സംശയമൊന്നുമില്ല. പാളത്തിലൂടെ തന്നെയാണ് 2 ട്രെയിനും ഓടുന്നത്. പക്ഷെ സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഒരു അതിവേഗ റെയിൽ സർവീസ് വേണം എന്നത് അത്യാവശ്യമാണ്. കാരണം ഈ എക്കണോമിക് സർവീസ് തന്നെ പറഞ്ഞിട്ടുണ്ട്, കേരളം അതിവേഗം വളരുന്ന ഒരു നഗരമായി മാറുന്ന ഒരു സംസ്ഥാനമാണ്. കേരളത്തിന്റെ നഗരമേഖല എന്ന് പറയുന്നത് 53-54% പോലും കേരളത്തിലെ ഗ്രാമങ്ങൾ പോലും നഗരങ്ങളായി മാറുകയാണ്. ഏതാണ്ട് 82% കേരളം നഗരമായി മാറിക്കഴിഞ്ഞു. അപ്പോൾ ജനസാന്ദ്രത കൂടുതലാണ്, അപ്പോൾ ജനങ്ങൾ യാത്ര ചെയ്യുന്നത് കൂടുതലാണ്. അപ്പോൾ അതിവേഗം ജനങ്ങൾക്ക് അവരുടെ ഡെസ്റ്റിനേഷനുകളിൽ എത്താൻ കഴിയുകയാണെങ്കിൽ അത് കേരളത്തിന്റെ സാമ്പത്തിക മേഖലയ്ക്ക് ഗുണമാണ്, കേരളത്തിന്റെ വികസനത്തിന് ഗുണമാണ്, കേരളത്തിന്റെ സർവീസ് സെക്ടറിന് ഗുണമാണ്, എല്ലാ മേഖലയ്ക്കും ഗുണമാണ്. അപ്പോൾ അങ്ങനെ ഒരു കാഴ്ചപ്പാടിലേക്ക് കേന്ദ്ര സർക്കാരിന്റെ സാമ്പത്തിക സർവേ തന്നെ വരികയാണ്. അപ്പോൾ കേരളത്തിൽ ഒരു അതിവേഗ പാത വേണം എന്നുള്ള കാര്യത്തിൽ സംസ്ഥാന സർക്കാരിനോ കേന്ദ്ര സർക്കാരിനോ ഒരു എതിരഭിപ്രായമില്ല. പക്ഷെ ഇതിൽ ഒരു രാഷ്ട്രീയം ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട പ്രശ്നം എന്നുള്ളത്. അതായത് സംസ്ഥാന സർക്കാർ, കേരളത്തിന്റെ മുഖ്യമന്ത്രി വന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രിയോട് പറയുകയാണ് ഇങ്ങനെ ഒരു പ്രപ്പോസൽ, അതും മെട്രോമാൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഈ ശ്രീധരൻ, ലോകത്തെ തന്നെ ഏറ്റവും സവിശേഷതകളുള്ള വലിയ ടെക്നോക്രാറ്റ്, എഞ്ചിനീയറിംഗ് മികവുള്ള ശ്രീധരനെ പോലെയുള്ള ഒരു വ്യക്തിയുടെ പ്രപ്പോസലാണ്. അപ്പോൾ ആ പ്രപ്പോസൽ മുഖ്യമന്ത്രി നേരിട്ട് കേന്ദ്ര റെയിൽവേ മന്ത്രിയെ അറിയിക്കുകയാണ്, ഇങ്ങനെ ഈ ശ്രീധരൻ ഇതുപോലെയൊരു പ്രപ്പോസൽ തന്നിട്ടുണ്ട്. പക്ഷേ കേന്ദ്ര റെയിൽവേ മന്ത്രി അതിന് അനുകൂലമായിട്ടല്ല പ്രതികരിച്ചത്. അതുകൊണ്ടാണ് ആ പദ്ധതിയുമായി അധികം കേരളം മുന്നോട്ട് പോകാതിരുന്നത്. പക്ഷേ ഇന്ന് ഈ ശ്രീധരൻ വാർത്താസമ്മേളനം നടത്തി എന്താണ് പറഞ്ഞത്? ആ പ്രപ്പോസലുമായി മുന്നോട്ട് പോകാൻ തനിക്ക് കേന്ദ്ര റെയിൽവേ മന്ത്രാലയം അനുമതി തന്നു. ഫെബ്രുവരി 2-ാം തീയതി പൊന്നാനിയിൽ ഓഫീസ് തുറക്കുകയാണ് DPR തയ്യാറാക്കാനായി. അപ്പോ പദ്ധതി നടപ്പാക്കുന്ന സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിക്ക് അറിയില്ല, പദ്ധതി നടപ്പാക്കുന്ന സംസ്ഥാനത്തിന് അറിയില്ല. അതറിയാതെ തന്നെ ഇത് കേന്ദ്ര വിഷയമാണ്, റെയിൽവേ കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള വിഷയമാണ്, കേന്ദ്രത്തിന് വേണമെങ്കിൽ ഫീസിബിലിറ്റി സ്റ്റഡിയൊക്കെ നടത്താം. പക്ഷെ എങ്കിൽ പോലും ഈ പദ്ധതി നടപ്പാക്കണമെങ്കിൽ അതിന് സംസ്ഥാന സർക്കാർ ഭൂമി ഏറ്റെടുത്ത് കൊടുക്കണ്ടേ? സംസ്ഥാന സർക്കാർ ആ പദ്ധതി വിഹിതം വഹിക്കേണ്ടി വരില്ലേ? കാരണം ഇപ്പോൾ ഒരു പദ്ധതിയും കേന്ദ്ര സർക്കാർ മുഴുവൻ ഫണ്ട് കൊടുത്തല്ല നടപ്പാക്കുന്നത്. എല്ലാ പദ്ധതിയും 60-40 അനുപാതത്തിലാണ്. 40% സംസ്ഥാനം കൊടുക്കണം, 60% കേന്ദ്രം നൽകും. അങ്ങനെയാണ് ഈ എല്ലാ പദ്ധതികളും നടപ്പാക്കുന്നത്. അപ്പോൾ സംസ്ഥാന സർക്കാരിന്റെ അനുമതിയില്ലാതെയോ സംസ്ഥാന സർക്കാരിന്റെ സമ്മതമില്ലാതെയോ ഈ പദ്ധതി നടപ്പാക്കാൻ കേന്ദ്രത്തിന് സാധിക്കില്ല. പക്ഷേ പിന്നെ എങ്ങനെയാണ് സംസ്ഥാനത്തിന്റെ അറിവില്ലാതെ ഈ ശ്രീധരൻ ഏകപക്ഷീയമായി കേരളത്തിൽ ഇങ്ങനെ ഒരു അതിവേഗ റെയിൽപാതയ്ക്ക് വേണ്ടി ഒരു ഫീസിബിലിറ്റി സ്റ്റഡി നടത്തുക, DPR തയ്യാറാക്കുക? വലിയ ചോദ്യമല്ലേ? അപ്പോൾ ഇതിന് പിന്നിൽ രാഷ്ട്രീയമുണ്ട്. ഇത് സംസ്ഥാന സർക്കാർ ഒരു പദ്ധതി മുന്നോട്ട് വെച്ചു, അത് അംഗീകരിക്കേണ്ട, ഞങ്ങളൊരു പദ്ധതി അങ്ങോട്ട് തരും, അത് വാങ്ങുക എന്നുള്ള നിലപാടിലേക്ക് കേന്ദ്രം പോകുന്നു. ഇത് വളരെ കൃത്യമായ രാഷ്ട്രീയമാണ്. ഈ ശ്രീധരനെ മുന്നിൽ നിർത്തി കേന്ദ്ര സർക്കാരും BJP നടത്തുന്ന ഒരു രാഷ്ട്രീയമാണ്. അത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയത്തിന്റെ കൂടുതൽ വ്യക്തത 2 ദിവസത്തിന് ശേഷം അറിയാം. ഇപ്പോൾ വരാൻ പോകുന്ന കേന്ദ്ര ബജറ്റിൽ വളരെ കൃത്യമായി അറിയാം ഈ രാഷ്ട്രീയത്തിന് പിന്നിൽ ഉള്ള വസ്തുത എന്താണെന്നുള്ളത്. ഒരുപക്ഷെ എനിക്കറിയാൻ കഴിയുന്നത് കേന്ദ്ര സർക്കാർ ഈ ബജറ്റിൽ അതിവേഗ റെയിൽപാതയ്ക്ക് വേണ്ടി അതിന്റെ സാധ്യതാ പഠനത്തിന് വേണ്ടി ഒരു തുക നീക്കിവെച്ചേക്കുമെന്നതാണ്. അങ്ങനെ വരുമ്പോൾ സംസ്ഥാന സർക്കാർ മുന്നോട്ട് വെച്ച പദ്ധതിയല്ല ഈ ശ്രീധരൻ മുന്നോട്ട് വെച്ച പദ്ധതി, അത് കേന്ദ്ര സർക്കാർ നേരിട്ട് നടപ്പാക്കാൻ പോകുന്നു, അനുവദിക്കുന്നു, അതിന്റെ നടപടികളുമായി മുന്നോട്ട് പോകുന്നു. ഏതായാലും കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇനിയിപ്പോൾ RRTS ആണെങ്കിലും അതിവേഗ റെയിൽപാതയാണെങ്കിലും കേരളത്തിന് അത് അത്യാവശ്യമാണ്. അപ്പോൾ രാഷ്ട്രീയ കളികളൊക്കെ നടക്കട്ടെ, പക്ഷേ ഈ പദ്ധതി കേരളത്തിൽ പ്രായോഗികമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം അത് ഈ ശ്രീധരൻ മുന്നോട്ട് വയ്ക്കുന്ന പദ്ധതിയാവുന്നതുകൊണ്ട് നമുക്കതിൽ കൂടുതൽ സംശയിക്കേണ്ട കാര്യമേ ഇല്ല. കാരണം അദ്ദേഹം കൊങ്കൺ പാത എങ്ങനെയാണ് ഉണ്ടാക്കിയത് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. പാമ്പൻ പാലം അദ്ദേഹം അതിന്റെ ഒരിക്കലും നടപ്പാക്കാൻ കഴിയില്ല എന്ന് ഉദ്ദേശിച്ചിരുന്ന ആ പദ്ധതി എങ്ങനെയാണ് അദ്ദേഹം നടപ്പാക്കിയെന്ന് നമുക്കറിയാം. ഡൽഹിയിലെ മെട്രോ തന്നെ ഉദാഹരണമാണ്. ഞാൻ 2010 മുതൽ ഈ കോമൺവെൽത്ത് ഗെയിംസിന്റെ കാലത്താണ് ഡൽഹി മെട്രോയുടെ ആദ്യ പാത തുറക്കുന്നത്. അന്നു മുതൽ ഈ പണി മുഴുവൻ ഞാൻ കഴിഞ്ഞ ഇത്രയും വർഷമായി നേരിട്ട് കാണുന്നതാണ്, അതിന്റെ വേഗത കാണുന്നതാണ്, അതിന്റെ ടെക്നോളജി കാണുന്നതാണ്. അതുകൊണ്ട് ഈ ശ്രീധരനെ പോലൊരാളിന്റെ ആ രംഗത്തെ മികവ് നമുക്ക് തള്ളിക്കളയാനേ ആകില്ല. അതുകൊണ്ട് അദ്ദേഹം ഇതിന്റെ ഒരു സാധ്യത ഉണ്ട് എന്ന് അദ്ദേഹം പറയുമ്പോൾ സംശയിക്കേണ്ട കാര്യം. സുനിൽ സുനിൽ പറഞ്ഞ പോലെ തന്നെ അദ്ദേഹം പറഞ്ഞതിന് പൂർണ്ണമായും രാഷ്ട്രീയമായി തള്ളിക്കളയാൻ പറ്റില്ല. അദ്ദേഹം BJPയുടെ സ്ഥാനാർത്ഥിയായിരുന്നു എന്നൊക്കെ ശരിയാണ്. പക്ഷെ അദ്ദേഹം ഒരു രാഷ്ട്രീയക്കാരനല്ല എന്നുള്ളതാണോ നമ്മുടെ മുന്നിൽ? എങ്ങനെയാണ് അദ്ദേഹത്തെ BJP സ്ഥാനാർത്ഥിയായി തെരഞ്ഞെടുത്തത് എന്നും നമ്മുടെ മുന്നിലുണ്ട്. അദ്ദേഹം ആ നിലയ്ക്ക് തന്നെ സ്വീകാര്യനായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അദ്ദേഹം തന്നെ ഇപ്പോൾ പറയുകയാണ് ഈ ബജറ്റ് പ്രഖ്യാപനത്തിന് തൊട്ട് തലേ ദിവസമാണ് മന്ത്രിസഭാ യോഗം ഇതിന് അനുമതി നൽകുന്നത്. അപ്പോൾ ഇതിലും രാഷ്ട്രീയമില്ലേ സുനിൽ?
അല്ല, ഇതിന്റെ ഒരു കാര്യം ഇതാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരു പാത വേണം എന്നുള്ളതാണല്ലോ കേരളം തുടക്കം മുതൽ തന്നെ പറയുന്നത്. സിൽവർ ലൈൻ പദ്ധതിയുമായി വന്നപ്പോൾ പാരിസ്ഥിതിക പ്രശ്നങ്ങളായിരുന്നു പ്രശ്നം, അത് മാറ്റിവെച്ചു. ശ്രീധരൻ മുന്നോട്ട് വെച്ച പദ്ധതിയായിരുന്നല്ലോ ഈ സെമി ഹൈസ്പീഡ് റെയിൽ പ്രോജക്ട് എന്നുള്ളത്. അത് സംസ്ഥാനം ഒരു പ്രപ്പോസൽ കൊടുത്തപ്പോൾ കേന്ദ്ര സർക്കാർ അത് അംഗീകരിച്ചില്ലല്ലോ. അപ്പോ എങ്ങനെയാണ് RRTSലേക്ക് വരുന്നത്? RRTSലേക്ക് വരുന്നത് സംസ്ഥാനം പോയി ചാടിപ്പിടിച്ച പദ്ധതിയല്ല. അത് നഗരവികസന മന്ത്രി ഒരു പൊതുപരിപാടിയിൽ കേരളത്തിൽ ഇങ്ങനെയൊരു പദ്ധതിക്ക് സാധ്യതയുണ്ട് എന്ന് കേന്ദ്രമന്ത്രി പറയുകയാണ് കേരളത്തോട്. അതിന്റെ അടിസ്ഥാനത്തിൽ കേരളം തയ്യാറാക്കിയ പ്രോജക്റ്റാണിത്. അങ്ങനെ ഒരു പദ്ധതിയെങ്കിലും വരട്ടെ എന്നതാണ് കേരള സർക്കാർ ഈ വിഷയത്തിലെടുത്ത നിലപാടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ നഗരവികസന മന്ത്രി മനോഹർ ലാൽ ഖട്ടാർ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പദ്ധതിക്കായി ഒരു പ്രപ്പോസൽ തന്നെ കേരള സർക്കാർ നൽകുന്നത്. അങ്ങനെ ഒരു പ്രപ്പോസൽ നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് 100 കോടി രൂപ ബജറ്റിൽ നീക്കിവെക്കുന്നത്. കാരണം കേന്ദ്രമന്ത്രി പറയുന്നു ഇത് സാധ്യതയുണ്ട്. കാരണം നഗരവികസന മന്ത്രാലയമാണ് മെട്രോ സർവീസുകളുടെ മേൽനോട്ടം വഹിക്കുന്നത്, ഈ RRTS പദ്ധതിയും നടപ്പാക്കുന്നത്. ഇപ്പോൾ ഉപയോഗിച്ചിരിക്കുന്ന RRTS എന്ന് പറയുന്നത് ജർമ്മൻ ടെക്നോളജിയാണ്. അപ്പോൾ ജർമ്മൻ ടെക്നോളജി അനുസരിച്ചാണ് ഇനി 3 സംസ്ഥാനങ്ങളിലെ നഗരങ്ങളെയും ഗ്രാമങ്ങളെയും ബന്ധിപ്പിക്കുന്ന പദ്ധതി വരാൻ പോകുന്നത്. അപ്പോൾ ആ ഒരു ടെക്നോളജി ഉപയോഗിച്ച് കേരളത്തിലും ഇനി ഈ ഒരു RRTS പദ്ധതിക്ക് സാധ്യതയുണ്ട് എന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് കേരളം പ്രപ്പോസൽ കൊടുത്തത്. അപ്പോൾ ഇതിൽ രാഷ്ട്രീയമുണ്ടാകാം സ്വാഭാവികമായും. ഇതിലെ രാഷ്ട്രീയം എന്താണ്? കേരളത്തിൽ കൂടുതൽ വികസനം കൊണ്ടുവരിക എന്നത് ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയമായിരിക്കും. ഇപ്പൊ അതുപോലെ തന്നെ ഈ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഒരു അതിവേഗ റെയിൽ വേണം എന്നുള്ളത്, അത് പ്രത്യേക റെയിൽ വേണം എന്നുള്ളത് കേരളത്തിന്റെ ഒരു രാഷ്ട്രീയ നിലപാട് തന്നെയായിരിക്കാം. പക്ഷെ നോക്കൂ, അങ്ങനെ ഒരു പാത യാഥാർത്ഥ്യമായാൽ കേരളത്തിന്റെ വികസനം ഏത് നിലയിലേക്ക് മാറും? വികസനം കൊണ്ടുവരിക എന്നുള്ള രാഷ്ട്രീയമായിട്ടല്ല ഞാൻ പറഞ്ഞത്. അത് ഏത് സമയത്ത് പറയുന്നു? ഇപ്പോൾ പ്രായോഗികമായി നടപ്പാക്കാൻ കഴിയുന്ന സമയമില്ലല്ലോ. ആ സമയമില്ലാതിരിക്കുമ്പോൾ ഈ പറയുന്ന ബജറ്റ് എന്ന് പറയുന്ന അവസാന ബജറ്റാണ്, രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാന ബജറ്റാണ്. അതിൽ ഈ ഒരു പ്രഖ്യാപനം നടത്തുന്നു. അവസാനം നമ്മൾ കേട്ടതാണല്ലോ ധനമന്ത്രി പറയുന്നത്, കേരയിൽ വരും കേട്ടോ എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം അവസാനിപ്പിക്കുന്നത്. അല്ല, ഇത് കേരളത്തിന്റെ റെയിൽ, അത് കേരളയിൽ എന്ന് പറയുന്നതിന് എന്താണ് തെറ്റ്? അതുപോട്ടെ. പക്ഷേ ഞാൻ പറയുന്നത്, ഒരു ബജറ്റിൽ ഇങ്ങനെ ഒരു പ്രപ്പോസൽ വരുന്നു എന്നുള്ളത്, ബജറ്റ് എന്ന് പറയുന്നത് ഒരു തുടർച്ചയാണല്ലോ. സ്വാഭാവികമായും ഇതൊരു ആശയമാണ്. ഇത് ഇത്തവണത്തെ ബജറ്റിൽ ഉൾപ്പെട്ടാൽ ചിലപ്പോൾ ഇനി 10 വർഷം കഴിഞ്ഞിട്ടായിരിക്കും നടപ്പാകാൻ പോകുന്നത്. അപ്പൊ ഇതൊരു ഭാവിയിലേക്കുള്ള ദീർഘവീക്ഷണം വെച്ചുള്ള ഒരു തീരുമാനമായിരിക്കാം. ഏതായാലും ഇതിന്റെ ഒരു സാധ്യത ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് കേരളം ഇത് ഉൾപ്പെടുത്തിയതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഇതിപ്പോ പെട്ടെന്ന് കേരളം ചിന്തിച്ചെടുത്ത് പെട്ടെന്ന് കണ്ടുപിടിച്ച ഒരു സംഗതിയല്ലല്ലോ. ഇതിപ്പോ ഈ സാമ്പത്തിക സർവേയിൽ പറയാണ്, ഇത്തവണത്തെ കേന്ദ്ര സർക്കാർ പാർലമെന്റിൽ വെച്ചിട്ടുള്ള സാമ്പത്തിക സർവേയിൽ പറയുകയാണ്, കേരളം എന്ന് പറയുന്ന സംസ്ഥാനം അതിവേഗത്തിൽ നഗരവൽക്കരിക്കപ്പെടുകയാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം കേരളത്തിന് ഉണ്ടാകേണ്ടതല്ലേ? അപ്പം മറ്റ് പല സംസ്ഥാനങ്ങളിലും, പ്രത്യേകിച്ച് 3 ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ, തമിഴ്നാട്ടിലുണ്ട്, ആന്ധ്രാപ്രദേശിലുണ്ട്, അതുപോലെ തന്നെ കർണാടകത്തിലുണ്ട്. അപ്പോൾ കേരളത്തിലും സ്വാഭാവികമായും ഇതിന്റെ ഒരു സാധ്യതയുണ്ട് എന്ന് കണക്കാക്കുമ്പോൾ കേരളത്തിന് അങ്ങനെ ഒരു പ്രപ്പോസൽ മുന്നോട്ട് വെക്കുന്നതിന് എന്താണ് തെറ്റ്? ഇതിനൊരു സാധ്യതാ പഠനമല്ലേ, അല്ലാണ്ട് ഇത് പെട്ടെന്ന് ഇത് 100 കോടി മാറ്റിവെച്ചു വന്നുകൊണ്ട് അടുത്ത ദിവസം നടപ്പാക്കാൻ പോകുകയല്ലോ. ഒരു നിമിഷം, ഇതിനകത്തൊരു പ്രശ്നം, അശ്വിനി വൈഷ്ണവ് ആയാലും ഖട്ടാർ ആയാലും അവർ ഉദ്ദേശിച്ച കാര്യങ്ങൾ വ്യത്യസ്തമാണെങ്കിലോ. ഇപ്പോൾ നഗരത്തെ റൂറൽ മേഖലയുമായി ബന്ധപ്പെടുത്തുന്ന ഒരു പദ്ധതി, അതാണ് ഈ RRTS എന്ന് പറയുന്നത്. അതാണ് അവർ പ്രപ്പോസ് ചെയ്തത്. നമ്മളതിനെ അല്ലല്ല, നഗരം ടു നഗരമാണ്. അല്ലല്ല, അതെ ഞാൻ പറഞ്ഞത്. ഇപ്പം ഹൈദരാബാദ് നോക്കി, ഹൈദരാബാദ് ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഡൽഹിയും മീററ്റും നഗരങ്ങളല്ലേ? നഗരങ്ങളാ. ഡൽഹിയും മീററ്റും നഗരങ്ങളല്ലേ? ഞാനൊന്ന് കംപ്ലീറ്റ് ചെയ്തോട്ടെ. മീററ്റ് വലിയ സിറ്റി അല്ലേ? ഒരു മിനിറ്റ് ഒന്ന് കംപ്ലീറ്റ് ചെയ്തോട്ടെ. അതായത് മെട്രോ നഗരങ്ങൾ, വലിയ നഗരങ്ങളും ചെറിയ മേഖലകളും തമ്മിലുള്ള കണക്ഷൻ. അപ്പോൾ നമ്മുടെ ഇപ്പോൾ നിലവിലുള്ള പദ്ധതി പ്രകാരം തന്നെയാണെങ്കിൽ 180 കിലോമീറ്ററാണ് ഏറ്റവും വലിയ പദ്ധതി. ശ്രീധരൻ എന്ന് പറയുന്നത്, ഞാൻ ശ്രീധരൻ പറയുന്നതിൻ്റെ അദ്ദേഹം പറയുന്നതിനെ വിശ്വാസം എടുത്തുകൊണ്ട് പറയുകയാണ്, അങ്ങനെയാണെങ്കിൽ നമുക്ക് 400-450 കിലോമീറ്റർ ദൈർഘ്യമുള്ള കേരളത്തിൻ്റെ വടക്ക് മുതൽ തെക്ക് വരെയൊരു പാതയാക്കി RRTSനെ മാറ്റാൻ പറ്റുമോ? ഇതുവരെ അങ്ങനെ ഒരു പ്രീസിഡൻസ് ഇല്ല. ശ്രീധരൻ സാർ പറയുന്നത് അതിനുള്ള പദ്ധതിയല്ല, മെട്രോ നഗരങ്ങളെ മറ്റ് ചെറുകിട സ്ഥലങ്ങളുമായി കണക്ട് ചെയ്യുന്നതാണ്. അല്ല, അത് സാങ്കേതികത്വല്ലേ? എനിക്കറിയില്ല, വളരെ സാങ്കേതികത്വമാണ്. സാങ്കേതികത്വം ഉണ്ട്. അല്ല, സാങ്കേതികത്വം എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഞാൻ പറയാം, ഇപ്പൊ ഹൈദരാബാദ് ഇത് നോക്കൂ, ഇത് മെട്രോയാണ്, ഇതൊരു ജർമ്മൻ ടെക്നോളജിയാണ്. ഈ RRTSന് ഉപയോഗിച്ചിരിക്കുന്നത് ജർമ്മൻ ടെക്നോളജിയും അതുപോലെ തന്നെ ചൈനീസ് ടെക്നോളജിയുമാണ്. ഇതിൽ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്ന 60-70% ജർമ്മൻ ടെക്നോളജിയും ചില ഭാഗങ്ങളിൽ ചൈനീസ് സാങ്കേതിക വിദ്യ കൂടി ഉപയോഗിച്ചിട്ടുണ്ട്. ചില ടണലുകളൊക്കെ അങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഞാൻ പറയുന്നത്
ഇത് ഈ ഇത്രയും കിലോമീറ്റർ ദൂരത്തിൽ വേണമെങ്കിൽ ഇതിനെ നീട്ടാവുന്നതാണ് എന്നൊരു സാധ്യത പഠിക്കുന്നതിനിടന്നതാണ് തെറ്റ്. നോക്ക്, ഇതിലിപ്പോ 82 കിലോമീറ്റർ ആണ് ഡൽഹിയിൽ നിന്ന് മീററ്റ് വരെയുള്ള ദൂരം എന്ന് പറയുന്നത്. അതേസമയം ഇപ്പോൾ ഹൈദരാബാദ് മുതൽ വാറങ്കൽ വരെ 147-150 കിലോമീറ്റർ ഉണ്ട്. അപ്പൊ 150 കിലോമീറ്റർ വരെ പോകാം. അത് 200 കിലോമീറ്ററിലേക്ക് നീട്ടാൻ പറ്റുമോ? ഒരു സാധ്യതാ പഠനത്തിന് സാധ്യതയുണ്ടെങ്കിൽ അത് പരിശോധിച്ചൂടെ? ശരി. സാധ്യതാ പഠനത്തിനൊന്നും ഒരു കുഴപ്പമില്ല. പഠനം നടത്തണം എന്നുള്ളത് തന്നെയാണ് പഠനം നടത്തണം എന്നുള്ളത് തന്നെയാണ് എല്ലാവരും ആവശ്യപ്പെടുന്നത്. ഇപ്പോൾ കേരളവുമായി ബന്ധപ്പെട്ടും ആ പഠനം അത് പാരിസ്ഥിതിക പഠനമായിരുന്നോ, അത് വേണ്ട വിധത്തിൽ നടത്തിയിരുന്നു എന്നുള്ള വലിയ തർക്കമാണ് നടന്നത്. അതാണല്ലോ വലിയ പ്രശ്നത്തിലേക്കും കാര്യങ്ങൾ നയിച്ചത്. അതിവേഗം അസാധ്യമോ എന്ന നമ്മുടെ ചർച്ച തുടരാം. ശ്രീയാൻറ്റോ. സാധ്യമാണ് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. കാരണം കേരളത്തെ സംബന്ധിച്ച് കേരളം ഒരു നഗരമായി മാറിയിരിക്കുകയാണ്. കാസർഗോഡ് തുടങ്ങി തിരുവനന്തപുരം വരെ ഞാൻ പലപ്പോഴും പറയാറുണ്ട് കേരളം ഒരു നഗരമാണ്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ കാസർഗോഡ് തുടങ്ങി കോഴിക്കോട് വരെ 182 കിലോമീറ്ററാണ്. കോഴിക്കോട് തുടങ്ങി എറണാകുളം വരെ 208 കിലോമീറ്ററാണ്. എറണാകുളം തുടങ്ങി തിരുവനന്തപുരം വരെ 200 കിലോമീറ്ററാണ്. അപ്പോൾ 200, 180. ശരിക്കും പറഞ്ഞാൽ എന്തുകൊണ്ടാണ് ഈ നഗരവികസന മന്ത്രി കേരളത്തിൽ ഇത് പ്രായോഗികമാണ് എന്ന് പറയുന്നത്? ഞാൻ വിചാരിക്കുന്നത് എന്താണെന്നറിയോ, കേരള സർക്കാർ 3 ഘട്ടങ്ങളായിട്ടാണ് പ്രഖ്യാപിച്ചത്. തിരുവനന്തപുരം എറണാകുളം കോഴിക്കോട് കാസർഗോഡ് 3 ഘട്ടങ്ങളാണ് പ്രഖ്യാപിച്ചത്. ഇനി ആദ്യത്തെ ഘട്ടം എന്ന് നോക്കാം, തിരുവനന്തപുരം എറണാകുളം വരെയാണെന്ന് നോക്കുക. എറണാകുളം വരെയാണെങ്കിൽ ഈ പറയുന്ന ഒരു ഗുഹയുണ്ടാവില്ല. കാരണം അത് മലയോര മേഖലയല്ല. 80-90% കടന്നു പോകുന്ന മലയോര മേഖലയിൽ കൂടെയല്ല. അപ്പോൾ എന്താണ്, അത് വയഡക്റ്റ് മാത്രമാണ് ആവശ്യം. ഇതെന്താണ് ഈ കെ റെയിലും എന്താണ് ഈ ഹൈ സ്പീഡ് റെയിലും ഇതെന്താണ് ഈ സെമി സ്പീഡ് റെയിലും തമ്മിൽ വ്യത്യാസം ഞാൻ പറയാം. എന്താണ് ഒന്നാമത്തെ കാര്യം, ഇപ്പോൾ ഈ സെമി സ്പീഡിൻ്റെ കാര്യം എന്ന് പറയുന്നുണ്ടെങ്കിൽ വയഡക്റ്റിൻ്റെ മേലെ കൂടെ ഓടും. കാരണം 180 കിലോമീറ്റർ വരെ സ്പീഡിലാണ് അത് ഓടുക. മാക്സിമം എനിക്ക് 200 വരെ പോകാം എന്ന് തോന്നുന്നുണ്ട്. എങ്ങനെയാണ് RRTS അതാണ് സെമി സ്പീഡ്. അപ്പോൾ RRTS, അപ്പോൾ ഈ RRTS ഒരു മണിക്കൂറിലാണ്, ഒരു മണിക്കൂറിൽ 200 കിലോമീറ്റർ വരെ പോകും. 180 വരെയാണ് അതിൻ്റെ മാക്സിമം. എനിക്കൊന്ന് 200 വരെ പോകാം. ഞാൻ എന്തുകൊണ്ടാണ് പറയും, ഈ യൂറോപ്യൻ കൺട്രികളെല്ലാം മാക്സിമം ഉള്ളത് ഈ പറഞ്ഞ RRTS ട്രെയിനുകളാണ്. അപ്പോൾ ഒരു മണിക്കൂർ 200. അപ്പോൾ ഞാൻ പറയാം, ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് കൊച്ചിയിലെത്താൻ വേണ്ടി 1 മണിക്കൂർ മതി. തിരുവനന്തപുരത്ത് കൊച്ചിയിലെത്താൻ വേണ്ടിയിട്ട് നമുക്ക് ആ സെക്ഷൻ മാത്രമേ കംപ്ലീറ്റ് ആയുള്ളൂ എന്ന് വെക്കുക. ഈ സർക്കാർ 3 ഘട്ടങ്ങളായി പ്രഖ്യാപിച്ച ട്രെയിനിൻ്റെ ഫസ്റ്റ് ഘട്ടം എന്നുള്ളത് തിരുവനന്തപുരം ടു കൊച്ചി വരെയാണ്. അത് കംപ്ലീറ്റ് ചെയ്യാൻ കഴിഞ്ഞാൽ അതിൻ്റെ ഒരു കണക്ടിവിറ്റി ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇവിടുന്ന് 1 മണിക്കൂർ കഴിഞ്ഞ് 1 മണിക്കൂർ തിരുവനന്തപുരത്തെത്താം എന്നുള്ളതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട. ഈ പറയുന്ന വലിയ സാങ്കേതിക പ്രശ്നങ്ങളില്ല. കാരണം എന്താ, അത് വയഡക്റ്റിൻ്റെ മേലെ കൂടെയാണ്. വയഡക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, പാലത്തിൻ്റെ മേലെ ട്രാക്ക് ഇട്ട് ഓടിക്കുക എന്നുള്ളത്. ഇപ്പം നമ്മൾ കാസർഗോഡ് തുടങ്ങി കാസർഗോഡ് നാഷണൽ ഹൈവേ വന്നല്ലോ. നാഷണൽ ഹൈവേ എത്രയോ കിലോമീറ്റർ 250-300 200 കിലോമീറ്ററോളം വയഡക്റ്റിൻ്റെ മേലെ കൂടെ ഓടുന്നത്. മലപ്പുറം ഏരിയ മുഴുവൻ വയഡക്റ്റിൻ്റെ പുറത്തു കൂടിയാണ് ഹൈവേ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ആ സെമി സ്പീഡ് റെയിൽവേ RRTS കേരളത്തിൽ നടപ്പിലാക്കാൻ വളരെ ഈസിയാണ്. ഒന്നാമത്തെ കാര്യം ഞാൻ പറയാം, അത് നഗരം ടു നഗരം ബന്ധിപ്പിക്കുന്നതാണ്. സിറ്റി ടു സിറ്റി, തിരുവനന്തപുരം സിറ്റി ടു എറണാകുളം സിറ്റി എന്ന് പറഞ്ഞാൽ ആ 2 സിറ്റികളെ ബന്ധിപ്പിക്കാൻ വേണ്ടി ഈ RRTSൻ്റെ ആവശ്യമുള്ളൂ. അതിന് നഗരവികസന മന്ത്രാലയത്തിൻ്റെ അനുമതി മതി. ആരുടെ അനുമതി വേണ്ട, ഈ പറഞ്ഞ റെയിൽവേൻ്റെ അനുമതി വേണ്ട. അതുകൊണ്ടാണ് നഗരവികസന മന്ത്രി പറഞ്ഞത് അത് കേരളത്തിൽ പ്രായോഗികമാണ് എന്ന് പറയുന്നത്. അപ്പം ഞാൻ വിചാരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ അതൊരു നല്ല ഐഡിയ തന്നെയാണ്. ആ ഐഡിയ ആണ് യൂറോപ്യൻ രാജ്യങ്ങളിൽ മുഴുവൻ നടപ്പിലാക്കിയിരിക്കുന്നത്. 80% ചൈനീയ പ്രദേശങ്ങളിൽ നടപ്പിലാക്കിയത് ഈ RRTS ആണ്. ഹൈ സ്പീഡ് റെയിൽ എന്ന് പറഞ്ഞാൽ എന്താണ്, 350 കിലോമീറ്റർ സ്പീഡിൽ ഓടുന്ന ഒരു ട്രെയിനാണ്. ആ ട്രെയിനിൻ്റെ പ്രത്യേകത എന്താണ്, നമ്മൾ നോക്കി നിൽക്കുമ്പോൾ സ്പീഡിൽ പോയി കളയും. അപ്പോൾ എന്താണ് അത് എന്ന് പറയുന്നത്, കവേർഡായ സ്ഥലങ്ങളിൽ കൂടിയാണ് ഓടുക. ഒന്നിൽ ടണലായിരിക്കും, അല്ലെങ്കിൽ ടണൽ പോലെ ഈ പറയുന്ന റെയിൽവേ പാളത്തെ മറച്ചിട്ടുണ്ടാവും. അതാണ് അതിൻ്റെ പ്രത്യേകത. അല്ലെങ്കിൽ അതിലേക്ക് ഒരു സാധനം എത്താത്ത രീതിയിലുള്ളൊരു കവർനെസ് അതിനുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് അത് കേരളത്തിൽ പ്രായോഗികമാണോ എന്ന് ചോദിച്ചാൽ അത് പ്രായോഗികമാണ് എന്നുള്ളത് ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷേ എന്താ, RRTS പ്രായോഗികമാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഹൈദരാബാദ് ടു വാറങ്കൽ ഇത് പ്രാക്ടിക്കലായി നടക്കുമെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ ഈസിയാണ്. അപ്പം ഈ ശ്രീധരൻ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ടെക്നോളജി നമുക്ക് എവിടെ വരെ എത്തും, ചെങ്ങന്നൂർ വരെ എത്തിക്കാൻ പറ്റും. തിരുവനന്തപുരത്ത് തുടങ്ങി ചെങ്ങന്നൂർ വരെ എത്തിക്കാൻ പറ്റുന്ന RRTS കൊച്ചിയിൽ എത്തിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കേണ്ട കാര്യം നമുക്കില്ല. കാരണം എന്താണ്, അത് വളരെ സാങ്കേതികമായ പ്രശ്നമാണ്. അപ്പം ഞാൻ പിടിച്ച മുയലിന് 4 കൊമ്പ് എന്നുള്ളത് കാരണം ഈ ശ്രീധരനെ കുറിച്ച് നമുക്ക് നല്ല രീതിയിൽ അറിയാം. അദ്ദേഹത്തിന് നല്ല കഴിവുള്ള ആളാണ്. കൊച്ചി മെട്രോ അദ്ദേഹത്തിന് അതിൻ്റെ കോൺട്രിബ്യൂഷൻ, അത് ഡൽഹി മെട്രോയിൽ അദ്ദേഹത്തെ മെട്രോ മാൻ എന്ന് വിളിക്കുന്ന രീതിയിൽ, കാരണം ആ കാലത്തെ ടെക്നോളജിയാണ്. ഇപ്പം ഞാൻ പറയും, ഈ ശ്രീധരൻ ഉണ്ടായിട്ടല്ലല്ലോ യൂറോപ്പിൽ ട്രെയിൻ ഓടുന്നത്, ചൈനയിൽ ട്രെയിൻ ഓടുന്നത്, കേരളത്തിൻ്റെ മറ്റ് സംസ്ഥാനങ്ങളിലൊന്നും
ഈ പറയുന്ന മെട്രോ ട്രെയിൻ ഉണ്ടായത് അങ്ങനെയല്ലല്ലോ. അദ്ദേഹത്തിനും ഈ കാര്യത്തിൽ അറിയാം, അദ്ദേഹത്തിന് ഈ കാര്യത്തിൽ ജ്ഞാനമുണ്ട്. പക്ഷേ അദ്ദേഹത്തെ കൊണ്ട് മാത്രമേ ഇത് ചെയ്യിക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അപ്രൂവൽ എടുത്തിട്ട് മാത്രമേ മുന്നോട്ട് കൊണ്ടുപോകാൻ പാടുന്നുള്ളൂ എന്നുള്ളൊരു പിടിവാശി നല്ലതാണോ എന്ന് ചോദിച്ചാൽ അത് നല്ലതല്ല. അങ്ങനെയല്ല ശ്രീധരൻ പറയുന്നത്. അല്ല, ശ്രീധരൻ പറഞ്ഞോട്ടെ, അത് അദ്ദേഹത്തിൻ്റെ ഐഡിയ ആണ്, അത് അദ്ദേഹത്തിൻ്റെ പ്ലാനാണ്, അദ്ദേഹം അത് കേരള സർക്കാരോട് നടപ്പിലാക്കും. അങ്ങനെയല്ല മുഖ്യമന്ത്രി സിൽവർ ബദൽ തരാൻ ശ്രീധരനോട് തന്നെ ആവശ്യം. അതാണ് ഞാൻ പറയുന്നത്. കേരളത്തിൽ ഒരു ഈ ശ്രീധരൻ അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടെന്ന് വെക്കുക, മുഖ്യമന്ത്രി ശ്രീധരനോട് ആവശ്യപ്പെട്ടു, ഈ ശ്രീധരനോട് ആവശ്യപ്പെട്ടാൽ ശ്രീധരൻ സാർ എന്താ ചെയ്യേണ്ടത്? മുഖ്യമന്ത്രിയായിട്ടൊരു ധാരണ ഫസ്റ്റ് ഉണ്ടാക്കണം. ഇത് കേരളത്തിൽ നടപ്പിലാക്കുന്ന പദ്ധതിയല്ലേ. ധാരണ ഉണ്ടാക്കിയതിന് ശേഷം ഒന്നിച്ച് പിന്നെ എന്താണ് റെയിൽവേ മന്ത്രിനെ കാണണം. ഇപ്പം ഈ ശ്രീധരൻ തന്നെ പ്രപ്പോസലാണ് ഈ പറയുന്ന മുൻപത്തെ ഹൈസ്പീഡ് റെയിൽ. ആ ട്രെയിൻ ഓൾറെഡി അശ്വിനി വൈഷ്ണവ് എന്ന് പറഞ്ഞ കേന്ദ്ര റെയിൽവേ കാര്യ മന്ത്രിയോട് സംസാരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞതിന് ശേഷം ആദ്യം തോമസ് മാഷ് പോയി കാണുന്നു. അതിനുശേഷം മന്ത്രിയും മുഖ്യമന്ത്രിയും ഈ പറയുന്ന തോമസ് മാഷും കൂടെ ചെന്നിട്ട് ഈ റെയിൽവേ അശ്വിനി വൈഷ്ണവിനെ കാണുന്ന സമയത്ത് റെയിൽവേ മന്ത്രി എന്താ പറയുന്നത്? ഞാനങ്ങനെ അറിഞ്ഞിട്ടില്ല, എനിക്ക് ആ പ്രൊജക്റ്റിനെ കുറിച്ച് അറിയില്ല, പക്ഷേ ഈ ശ്രീധരൻ പറഞ്ഞിരിക്കുക അത് ഞാനൊരു പ്രപ്പോസൽ കൊടുത്തിട്ടുണ്ട്, അവിടെ എല്ലാവർക്കും അറിയാം എന്ന് പറയുന്ന സമയത്ത് ആ റെയിൽവേ മന്ത്രി എന്താ അന്നേരം മുഖ്യമന്ത്രിയോട് പറഞ്ഞത്? നിങ്ങളുടെ അങ്ങനെ മനസ്സിൽ അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങളൊരു പ്രപ്പോസൽ തരൂ എന്നുള്ളത് മാത്രമാണ്. അപ്പം അതിനേക്കാൾ അങ്ങനെ പ്രപ്പോസൽ പറയുന്ന സമയത്ത് കേരളത്തെക്കുറിച്ച് നല്ല ബോധ്യം നമ്മുടെ സർക്കാരിനുണ്ട്, അല്ലെങ്കിൽ നമ്മൾക്ക് തന്നെ ഉണ്ട്. സർക്കാരിനെ വിടൂ, നമ്മൾക്ക് തന്നെ ഇല്ലേ? കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് 3 കണക്ടിവിറ്റിയാണ് വേണ്ടത്. ഒന്ന് തിരുവനന്തപുരം ടു കൊച്ചി, കൊച്ചി ടു കാലിക്കറ്റ്, കാലിക്കറ്റ് ടു കാസർഗോഡ്. നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പ്രത്യേകത എന്താണ്? ലോകത്ത് അങ്ങനെ ഒരു സംസ്ഥാനം ഇല്ലാന്നേ. കാരണം എല്ലാ ഡിസ്ട്രിക്റ്റുകളെ എല്ലാ പ്രൊവിൻസിനെയും ബന്ധപ്പെട്ട് പോകുന്ന ഡിസ്ട്രിക്ട്. കാരണം നമ്മളെ സംബന്ധിച്ച് ഇടുക്കിയും പിന്നെ വയനാട് മാത്രമാണെന്ന് വിട്ടു നിൽക്കുക. പിന്നെ പത്തനംതിട്ടയിലെ ചില ഭാഗങ്ങൾ, പത്തനംതിട്ട എറണാകുളത്ത് അതിന് വഴി ഉണ്ടാക്കാൻ വേണമെങ്കിൽ, പക്ഷേ അതും കൂടെ വെച്ച് വന്നു. പക്ഷേ ബാക്കിയുള്ള ജില്ലകളെ മുഴുവൻ ബന്ധിച്ചിട്ട് പോകുന്ന അതുപോലെയൊരു സംസ്ഥാനം ഇന്ത്യയിലില്ല, ലോകത്ത് തന്നെ ഉണ്ടോ എന്നുള്ള ഒരു സംശയമാണ്. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു നാഷണൽ ഹൈവേ കാസർഗോഡ് വഴി തിരുവനന്തപുരം വരുമ്പോഴത്തേക്കും കേരളത്തെ മുഴുവൻ ബന്ധിക്കുന്ന റോഡായി. അതിനുപോലെ തന്നെയാണല്ലോ ഈ പറയുന്ന പിന്നെ എന്താണ് ഹൈസ്പീഡ് റെയിലും. 3 ഘട്ടങ്ങളായി ഇത് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞു ഇനി 2ാം ഘട്ടം കാസർഗോഡ് എറണാകുളം തുടങ്ങി എവിടെ പിന്നെ കോഴിക്കോട് വരെ നടപ്പിലാക്കാൻ ബുദ്ധിമുട്ടുണ്ട്. നടപ്പിലാക്കി അതിന് വേറെ പദ്ധതി മതി. ഞാൻ വേറൊരു കാര്യം പറയാം. ഇപ്പോൾ നമ്മുടെ ഗതാഗത മന്ത്രി ഗണേഷ് കുമാർ ബസ് ഓടിക്കുന്ന പല ബസ്സുകളും ഓടിക്കുന്നുണ്ട്. എങ്ങനെയാണെന്നറിയോ? വേറെ എവിടെയും സ്റ്റോപ്പില്ല. തിരുവനന്തപുരത്ത് നിന്ന് സ്റ്റോപ്പ് ആൾ കയറി കഴിഞ്ഞാൽ ആ വണ്ടി എറണാകുളത്ത് മാത്രമേ നിർത്തുള്ളൂ. 2.5 മണിക്കൂർ 3 മണിക്കൂറുണ്ട്, അല്ലെങ്കിൽ 3.5 മണിക്കൂറിൻ്റെ എറണാകുളം എത്തുന്ന രീതിയിലാണ് ബസ് ഓടുന്നത് ഇപ്പോൾ. കാരണം വേറെ സ്റ്റോപ്പില്ല. ഈ പല ഹൈസ്പീഡ് ട്രെയിനുകളും വേറെ സ്റ്റോപ്പ് ഉണ്ടാവില്ല. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം എന്താണ്, അത് 2 നഗരങ്ങൾ തമ്മിലുള്ള കണക്ടിവിറ്റിയാണ്. അതൊരു ദീർഘവീക്ഷണത്തോടുള്ള ഒരു വലിയ പ്ലാനാണ്. അത് കേരളത്തിൽ മറ്റുള്ള സംസ്ഥാനത്ത് നടപ്പിലാകുന്നു നമ്മൾ നോക്കേണ്ട കാര്യമില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ വെറുതെ കാസർഗോഡ് തുടങ്ങി തിരുവനന്തപുരം വരെ ഒരു കാർ എടുത്ത് യാത്ര ചെയ്യുക. നിങ്ങൾ പോകുന്ന ഇപ്പം നാഷണൽ ഹൈവേ വന്നതിന് ശേഷം അതൊരു എന്താണ് കുറച്ചും കൂടെ വലിയ റോഡായി. ആ സൈഡിലുണ്ടായിരുന്ന കടകളെല്ലാം പോയി. നാഷണൽ ഹൈവേ വരുന്നതിന് മുൻപ് എന്തായിരുന്നു സംഭവം? റോഡുകൾ മുഴുവൻ കടകളായിരുന്നു. കാസർഗോഡ് തുടങ്ങി തിരുവനന്തപുരം വരെ നിങ്ങൾക്കൊരു 500 മീറ്റർ ഒരു കട കാണാതെ പോകാൻ കഴിയില്ല. ഒരു നഗരം പോലെ മാത്രമായിരുന്നു. ഇപ്പം ഞാൻ പറയുന്നത് പിന്നെ സൗദി അറേബ്യയിൽ അവരെന്താണ് ഒരു ലൈൻ സിറ്റി പണിയുന്നുണ്ട്. ഒരു ലൈൻ മുഴുവൻ സിറ്റി എന്ന് പറയുന്നത് റോഡ് സൈഡ് മുഴുവൻ കടകളും ബിൽഡിങ്ങുകളുമാണ്. മനസ്സിലായോ? പാക്കേജുകൾ, അവർ IT പാർക്കുകൾ, അവരുടെ ടൂറിസം, അവരുടെ ഫ്ലാറ്റുകളൊക്കെ, അതൊരു സിറ്റി. നമ്മളെ സംബന്ധിച്ചിടത്തോളം പണിയേണ്ട കാര്യമില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം കേരളം അങ്ങനെ ഒരു സിറ്റിയാണ്. അപ്പം നഗര വികസന മന്ത്രാലയത്തിൻ്റെ ഭാഗമായിട്ട് നമുക്കിങ്ങനെ ഒരു റെയിൽവേ കണക്ഷൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്ക് വേറെ ഇവിടെ നിന്ന് കണക്ട് ചെയ്യാനില്ലാന്നേ. നമുക്ക് ഇടുക്കിയിൽ നിന്ന് ഒരു ട്രെയിൻ എറണാകുളത്തേക്ക് പറ്റില്ലല്ലോ, വയനാട്ടിൽ നിന്ന് ഒരു ട്രെയിൻ കോഴിക്കോടേക്ക് പറ്റത്തില്ലല്ലോ. പറ്റുമോ? നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഉൾനാടൻ പിന്നെ ഉൾനാട്ടിൽ നിന്ന് സിറ്റിയിലേക്ക് വരേണ്ട ഗതികേട് നമുക്കില്ല. കാരണം എന്താണ്, നമ്മുടെ സംസ്ഥാനം മുഴുവൻ സിറ്റി ആയിട്ട് തന്നെയാണുള്ളത്. നമ്മൾ ഇവിടെ നിന്ന് നോക്കി ആലപ്പുഴ ഒരു സിറ്റിയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം, അല്ലേ? നമുക്ക് അതിനപ്പുറം ഇപ്പോൾ കൊല്ലം ഒരു സിറ്റിയാണ്, തിരുവനന്തപുരം ഒരു സിറ്റിയാണ്. ഇത് 3ഉം കണക്ട് ചെയ്ത് ഒരു റെയിൽ വന്നാൽ നമ്മളെ സംബന്ധിച്ച് വലിയ കാര്യമാണ്. അപ്പം ഇനി ഞാൻ പറയും, ഇപ്പം നമ്മളിപ്പം കൊച്ചി മെട്രോ ഓടുന്നുണ്ട്. 3.5 മിനിറ്റിലോ 4 മിനിറ്റിലോ ഓരോ ട്രെയിൻ വന്നുകൊണ്ടേയിരിക്കുകയാണ്, അല്ലേ? ഇതിൻ്റെ സംഭവം എന്താണ്? ഇപ്പം ഞാൻ പല ഫോറിൻ രാജ്യങ്ങളിലും കണ്ട കാര്യം എന്ന് പറഞ്ഞാൽ 4 ലൈൻ ഉണ്ടാവും. 4 ലൈൻ അങ്ങോട്ടും ഉണ്ടാവും, 4 ലൈൻ ഇങ്ങോട്ടും ഉണ്ടാവും. എന്താണ് ഓരോ 20 മിനിറ്റ് പോകുമ്പോൾ 20 മിനിറ്റ് കൂടുമ്പോൾ ഓരോ ട്രെയിൻ വന്നുകൊണ്ടിരിക്കും. അങ്ങോട്ട് പോകും ആ 20 ട്രെയിൻ. 1 മണിക്കൂറും കൊണ്ട് ആ 200 കിലോമീറ്റർ എത്തും. അപ്പറേ 20 മിനിറ്റ് 3 ട്രെയിൻ 4 ട്രെയിൻ ഉണ്ടെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ 20 മിനിറ്റിലും ആ റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ ഉണ്ടാവും. അപ്പോൾ നമുക്ക് 100% ഇപ്പോൾ ഉദാഹരണം കേരളത്തിലേക്ക് മാറ്റുകയാണെങ്കിൽ നമ്മളെ സംബന്ധിച്ച് തിരുവനന്തപുരത്ത് നിന്ന് കയറുന്നു, കൊച്ചിയിൽ നമുക്ക് 1 മണിക്കൂർ കൊണ്ട് എത്താം. 1 മണിക്കൂർ എത്തിക്കഴിഞ്ഞാൽ 200 കിലോമീറ്റർ അതിൻ്റെ സ്പീഡ് 180 200 കൂട്ടിക്കോളൂ. അപ്പം ഈ കൊച്ചിയിൽ എത്തിക്കഴിഞ്ഞാൽ അടുത്ത 20 മിനിറ്റിൽ തിരുവനന്തപുരത്ത് നിന്ന് അടുത്ത ട്രെയിൻ ഉണ്ട്. 3 ട്രെയിനിൻ്റെ ആവശ്യമുള്ളൂ, പക്ഷേ 4 ലൈൻ വേണം എന്നുള്ളതാണ്. അത് വയഡക്റ്റിലാണെങ്കിൽ വളരെ സംബന്ധിച്ചിടത്തോളം ഈ 15 മീറ്റർ ഡിസ്റ്റൻസ് മതി. നമ്മുടെ നാഷണൽ ഹൈവേ 45 മീറ്ററിലാണ് ഉള്ളത്. 45 മീറ്ററിൽ 15 മീറ്റർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഒരു 2 നാഷണൽ ഹൈവേൻ്റെ ഒരു ലൈനിൻ്റെ വലിപ്പം. അപ്പോൾ അതിൻ്റെ വയഡക്റ്റിൻ്റെ ആവശ്യമുള്ളൂ. അപ്പോൾ ഞാൻ പറയുന്നത് വളരെ രീതിയിൽ ചിലവ് കുറഞ്ഞൊരു പ്രൊജക്റ്റാണിത്.
നാഷണൽ നിങ്ങൾ പറയുന്ന പോലെ ഹൈ സ്പീഡിൻ്റെ അത്രയും ചിലവ് വരില്ല. നമ്മളെ വയഡക്റ്റ് ഉണ്ടാക്കണം എന്നുള്ളത് ശരിയാണ്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾ നോക്കിക്കോളൂ, ഇപ്പോൾ എറണാകുളം തുടങ്ങി ആലപ്പുഴേൻ്റെ ബോർഡർ വരെ വയഡക്റ്റാണ് പോകുന്നത് നാഷണൽ ഹൈവേ. ഇവിടെ എറണാകുളത്ത് ഇപ്പോൾ പോയിക്കുന്ന നാഷണൽ ഹൈവേ വയഡക്റ്റാണ് പോകുന്നത്. അപ്പോൾ അതെങ്ങനെ നടപ്പിലാകുന്നത്? അത് 45 മീറ്ററിലാണ് പോകുന്നത്. അതിൽ 40-30 മീറ്റർ രണ്ട് സർവീസ് റോഡിന് പുറത്താണെന്ന് തോന്നുന്നുണ്ട്, താഴെയാണെന്ന് തോന്നുന്നുണ്ട്. പക്ഷേ വയഡക്റ്റാണ് പോകുന്നത്. നമ്മൾ അറിയുന്നുണ്ടോ വർക്ക് നടക്കുന്നത്? അവിടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതേപോലെ തന്നെയാണ് വയനാട്ടിൽ. അപ്പോൾ അതിൻ്റെ ഒരു ലൈൻ തിരുവനന്തപുരം വരെ പോകേണ്ടി വരും എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതുമാത്രമല്ല, ഈ പാരിസ്ഥിതിക്ക് ഒന്നും സംഭവിക്കുന്നില്ല. എന്തുകൊണ്ട് സംഭവിക്കാത്തത്? ഈ അടിയിലുള്ള മണ്ണിട്ട് ഫില്ല് ചെയ്യുന്നില്ല, ഒരു സംവിധാനം ചെയ്യുന്നില്ല. അടിയിൽ മുഴുവൻ എന്താണ്? അതാണ് ഭൂമി അങ്ങനെ തന്നെ കിടക്കുകയാണ്. വയലാണെങ്കിൽ വയൽ, കരയാണെങ്കിൽ കയൽ, അതിൻ്റെ അടിയിൽ കച്ചവടം ചെയ്യുക, അതിനെ സംവിധാനമാക്കി മാറ്റാം. ഇതൊരു ദീർഘവീക്ഷണമാണ്. ആ ദീർഘവീക്ഷണത്തിനെ ഈ ശ്രീധരൻ അംഗീകരിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഈ ശ്രീധരൻ്റെ മനസ്സിലുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, ശ്രീധരൻ സാറിൻ്റെ മനസ്സിലുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, അദ്ദേഹം ഒരു സംവിധാനത്തെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ആ പ്ലാൻ എന്ത് ചെയ്യണം? കേന്ദ്രത്തിൽ കൊണ്ട് നടപ്പിലാക്കി അത് എൻ്റെ പ്രൊജക്റ്റായിട്ട് അപ്രൂവ് ചെയ്യണം. പക്ഷേ ഞാൻ പറയുന്നത് കേരളത്തിൽ നടപ്പിലാക്കുന്ന പ്രൊജക്റ്റ് അല്ലേ. ആ പ്രൊജക്റ്റിന് സർക്കാരുമായി ചേർന്ന് തീർന്ന് നടപ്പിലാക്കുകയാണ് വേണ്ടത്. അപ്പോൾ കേരള സർക്കാരിനെ സംബന്ധിച്ചോളം, പിണറായി വിജയൻ സർക്കാരിനെ സംബന്ധിച്ചോളം റെയിൽ കൊണ്ടുവന്നു. റെയിൽ കാസർഗോഡ് വഴി തിരുവനന്തപുരം നടപ്പിലാക്കാൻ കഴിയില്ല. ഇനി ഞാൻ വേറൊരു ഉദാഹരണം കൂടെ പറഞ്ഞുതരാം. ഈ ഭൂമി ഏറ്റെടുക്കണമെന്ന് നിർബന്ധമില്ല കേട്ടോ. ഈ ഭൂമി ഏറ്റെടുക്കണമെന്ന് നിർബന്ധമില്ല. 15 മീറ്റർ വീതിയിൽ ഈ സാധനം ലീസിൽ കിട്ടിയാലും മതി നമുക്ക്. കാരണം ആ ഭൂമി ഉപയോഗിക്കാം. മനസ്സിലായോ? ഏകദേശം 20 മീറ്റർ 25 മീറ്റർ ഉള്ളിൽ ഒരു ഫില്ലർ വരും എന്ന് മാത്രം, 2 ഫില്ലർ വരും എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ആ ഭൂമി ഉപയോഗിക്കാം, ലീസിലെടുത്താൽ മതി. ഇപ്പം ഞാൻ പറയാം, ഇപ്പം നിങ്ങളുടെ വലിയ ലൈൻ പോകുന്നുണ്ടല്ലോ, ഇലക്ട്രിക് ലൈൻസ്, കാസർഗോഡ് തുടങ്ങി തിരുവനന്തപുരം വരെ പോകുന്നുണ്ടല്ലോ വലിയ ലൈൻസ് അല്ലേ, HT കണക്ഷൻ അല്ലേ, HT കണക്ഷൻ്റെ വലിയ ലൈൻസ് പോകുന്നുണ്ട്. ഈ ഭൂമികൾ മുഴുവൻ ഏറ്റെടുത്തിട്ട്, മനസ്സിലായോ? അതുപോലെ തന്നെ ഇതിനെ കണ്ടാൽ മതി. കാരണം ഏകദേശം 200 മീറ്റർ 250 മീറ്ററിൽ ഒരു ഫില്ലർ ഉണ്ടാവും. അങ്ങനെയാണ് പോകുന്നത്. അപ്പം ഇതിനെ ക്ലാരിറ്റിയോടുകൂടി കാണാനുള്ള ഇച്ഛാശക്തിയുള്ള ഒരു ഗവൺമെൻറ്, ഞാൻ പറയുന്നത് വളരെ ദീർഘവീക്ഷണത്തുള്ള ഒരു പ്രൊജക്റ്റ്, നടപ്പിലാക്കാൻ പോയ പ്രൊജക്റ്റാണ്. മെട്രോ അതുപോലെയാണല്ലോ ആണെന്നേ. അപ്പം ഞാൻ പറയുന്നത്, അപ്പോൾ ഇതിൻ്റെ 1-ാം ഘട്ടമെങ്കിലും കേരളത്തിൽ ഈ പറയുന്ന 5 വർഷം കൊണ്ട് നടപ്പിലാക്കാൻ പറ്റും. 5 വർഷം ഇച്ഛാശക്തിയുള്ള ഒരു സർക്കാരാണെങ്കിൽ 5 വർഷം കൊണ്ട് ഈ കേരളത്തിൽ 1-ാം ഘട്ടം വേണമെങ്കിൽ നടപ്പിലാക്കാം, തിരുവനന്തപുരം വരെ, കൊച്ചി വരെയുള്ള. അപ്പം ഞാൻ വിചാരിക്കുന്നത് പിണറായി വിജയൻ സർക്കാർ, കാരണം റെയിൽ അവർക്ക് നല്ല രീതിയിൽ പൊള്ളിയതാണ്. അപ്പോൾ പൊള്ളിയിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ്? അതിനെക്കുറിച്ച് നല്ല രീതിയിൽ പഠിച്ചിട്ടുണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ശ്രീധരൻ സാറിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അങ്ങനെ ഒരു ധാരണ. ഞാൻ ഇന്ന് അദ്ദേഹം പത്രസമ്മേളനം നടത്തി ഫൂളിഷ്നെസ് എന്നൊക്കെ ഞാൻ പറയുകയാണ്. കാരണം പുള്ളി ഈ പ്രൊജക്റ്റ് തന്നെയാണ് പറയുന്നത് കേട്ടോ. ഇന്നലെ പിണറായി വിജയൻ പറഞ്ഞ പ്രൊജക്റ്റ് തന്നെയാണ് പുള്ളി എന്ന് പറയാൻ. അത് വലിയ മാറ്റമൊന്നുമില്ല. പുള്ളി 70% വയഡക്റ്റിന് മേലെ കൂടെ പറയുന്നു, 20% ടണലും പറയുന്നു. എന്നിട്ട് അദ്ദേഹം പറയുകയാണ് ബാക്കിയുള്ള ഫൂളിഷ്നെസ്സാണ്. പക്ഷേ ഞാൻ പറയുന്നത്, അദ്ദേഹത്തിൻ്റെ പ്രായം വെച്ചിട്ടും അദ്ദേഹത്തെ എക്സ്പീരിയൻസ് വെച്ചും നമ്മൾ അദ്ദേഹം ആദരിക്കുന്നുണ്ട്. അദ്ദേഹം കേരളത്തിൻ്റെ ഒരു മുതൽക്കൂട്ടാണ്, എല്ലാ കാര്യത്തിലും സംശയമാണ്. പക്ഷേ ഞാൻ ചെയ്യുന്നത് മാത്രമാണ് ശരി, ബാക്കിയുള്ളത് മുഴുവൻ തെറ്റാണ് എന്ന് പറയുന്നത് ശരിയല്ല. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയുന്നത്, ഇതുപോലത്തെ ഒരു സെമി സ്പീഡ് ഹൈ സ്പീഡ് റെയിൽവേ വരണം. അതുപോലെ ഹൈ സ്പീഡ് റെയിൽവേക്ക് കേരളം യോഗ്യമല്ല. കേരളം യോഗ്യമാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. സെമി സ്പീഡ് യോഗ്യമാണ്. നഗരങ്ങൾ ടു നഗരം കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അതുമാത്രമല്ല, ഇതിന് വേറെ അനുമതിൻ്റെ ആവശ്യമില്ല, വേറെ ഒരു അനുമതിൻ്റെ ആവശ്യമില്ല. ഞാൻ പറയും, നഗരവികസന മന്ത്രാലയം ആയതുകൊണ്ട് അതിനെനിക്ക് പാരിസ്ഥിതിക അനുമതി തന്നെ വേണമെന്ന് ഡൗട്ടുണ്ട്. ഈ നഗരവികസന മന്ത്രാലയത്തിൻ്റെ പ്രത്യേകത പാരിസ്ഥിതിക അനുമതിൻ്റെ കീഴിലല്ല വരുന്നത്. എൻ്റെ എനിക്ക് എന്നെ വേണമെന്ന് ഡൗട്ടുണ്ട്, പക്ഷെ അറിയില്ല. പക്ഷേ ഞാൻ പറയുന്നത് അതൊരു വലിയ മാറ്റമാണ്. ഈ അതിവേഗം സാധ്യമാകുമെന്ന് ചോദിച്ചാൽ 100% സാധ്യമാകും. അത് പിണറായി വിജയൻ സർക്കാർ വിചാരിച്ച് നടക്കുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. ശരി, അതിവേഗം അസാധ്യമോ എന്ന ചോദ്യത്തിന് അതിവേഗത്തിൽ ഏതായാലും പദ്ധതി സാധ്യമല്ല എന്നുള്ളതാണ്. ഈ പദ്ധതിയുടെ പ്രഖ്യാപനം, പദ്ധതിയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ എപ്പോൾ നടക്കുന്നു എന്നുള്ളതാണ് പ്രധാനം. അത് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഇങ്ങനെ ഒരു വേഗത്തിലൊരു പ്രഖ്യാപനവും പ്രതികരണവും ഒക്കെ വരുന്നത് എന്നുള്ളതാണ്. അതിൽ ഈ ശ്രീധരൻ പറയുന്ന പദ്ധതി എന്നുള്ളത് തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോട് വിമാനത്താവളങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള ഈ അതിവേഗ റെയിൽപാതയാണ്. അതാണ് സാധ്യമായതെന്നാണ് അദ്ദേഹം പറയുന്നത്. തിരുവനന്തപുരം കണ്ണൂർ 430 കിലോമീറ്റർ 3.15 കിലോമീറ്റർ കൊണ്ടെത്തും എന്നുള്ളതും 9 മാസത്തിനകം ഇതിൻ്റെ DPR പൂർത്തിയാക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതിനുള്ള ഓഫീസ് അദ്ദേഹം പൊന്നാനിയിൽ തുറന്നു കഴിഞ്ഞു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ അതിന് കേന്ദ്രം അദ്ദേഹത്തെ ചുമതലപ്പെടുത്തിയെന്നാണ് പറയുന്നത്. അതിൻ്റെ നിർമ്മാണ ചെലവ് 1 ലക്ഷം കോടി രൂപയാണ് എന്ന് പറയുന്നു. ഇനി കേരളം ആഗ്രഹിക്കുന്ന കാര്യം തിരുവനന്തപുരം കാസർഗോഡ് അതിവേഗ റെയിൽപാതയാണ്. വേഗം മണിക്കൂറിൽ 160 മുതൽ 180 കിലോമീറ്ററാണ്. അത് ഈ പറയുന്ന സർക്കാരും കേന്ദ്ര നഗരവികസന മന്ത്രാലയവും ചേർന്ന് നിർമ്മിക്കും. നമുക്കറിയാം, ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് നേരത്തെ വന്ന വാർത്തകൾക്കിടയിൽ ഇവിടുത്തെ റെയിൽവേ മന്ത്രി പോലും അറിഞ്ഞില്ല. അദ്ദേഹം പറഞ്ഞു, ഞാൻ അറിഞ്ഞില്ല എന്ന് പോലും പറഞ്ഞു. അത്രയ്ക്കും രഹസ്യമായി ഇവിടെ മുഖ്യമന്ത്രി ഡൽഹിയിൽ പോകുന്നു, KV തോമസുമായി പോയിട്ടാണ് മന്ത്രിയെ കാണുന്നത്. അതിനുശേഷം അതിനുള്ള ഉറപ്പുകൾ ലഭിക്കുന്നു. അതിനുശേഷമാണ് നമ്മുടെ റെയിൽവേ മന്ത്രി പോലും സംസാരിച്ചത്. അപ്പോൾ താരതമ്യേന കുറച്ച് സ്ഥലം എടുത്താൽ മതി, അത് റെയിൽ പൊള്ളിയതുപോലുള്ള സാഹചര്യം വരുന്നില്ല എന്നുള്ളതാണ് അതിന് പറയുന്ന കാര്യം. അത് 4 ഘട്ടങ്ങളായി പൂർത്തിയാക്കുമെന്ന് പറയുന്നു. ആദ്യഘട്ടം തിരുവനന്തപുരം തൃശ്ശൂരാണ്.
പിന്നീട് തൃശ്ശൂർ ടു കോഴിക്കോട്, പിന്നെ കോഴിക്കോട് ടു കണ്ണൂർ, പിന്നീട് കണ്ണൂർ ടു കാസർഗോഡ്. ഇപ്പോൾ ഏത് പാത വരുമ്പോഴും കാസർഗോഡിനെ ഒഴിവാക്കുക എന്നുള്ളത് ശരിയായ രീതിയല്ല. കാസർഗോഡും കേരളത്തിൻ്റെ ഭാഗമാണല്ലോ. അപ്പോൾ കണ്ണൂർ വരെ എന്നുള്ളത് ശരിയായ രീതിയല്ല എന്നുള്ള വലിയ രീതിയിൽ തന്നെ പ്രതികരണം വന്ന കാര്യമാണ്. അത് യഥാർത്ഥത്തിൽ അത് ശരിയാണ്. കാസർഗോഡിനെ കൂടി ഉൾപ്പെടുത്തിയാകണം. ശ്രീധരൻ പറയുന്ന കാര്യം നോക്കൂ. ഇത് സംസ്ഥാന സർക്കാരിന് വലിയ തെറ്റിദ്ധാരണയാണ് ഈ പദ്ധതി എന്നുള്ളത് തെറ്റിദ്ധാരണയാണെന്ന് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം പറയുന്നത് ഈ മണ്ടൻ തീരുമാനം എന്ന് തന്നെ പറയുന്നു. ഗ്രാമങ്ങളിൽ നിന്നും നഗരങ്ങളിലേക്ക് ചെറുദൂരങ്ങളിൽ അനുയോജ്യമായ RRTS അതിവേഗ സർവീസിന് പര്യാപ്തമല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. സാങ്കേതികമായി നടപ്പാക്കാൻ ബുദ്ധിമുട്ടാണ് എന്ന് അദ്ദേഹം പറയുന്നു. ബജറ്റിന് തലേ ദിവസം പ്രഖ്യാപിച്ചതിനെ അദ്ദേഹം രാഷ്ട്രീയമായി തന്നെ ചോദിക്കുന്നതാണ്. അത് മന്ത്രിസഭ അംഗീകാരം നൽകിയത് അതിന് പിന്നിൽ തെരഞ്ഞെടുപ്പാണ് എന്ന് അദ്ദേഹം പറയുന്നു. പ്രാരംഭ പ്രവർത്തനത്തിൽ ബജറ്റിൽ 100 കോടി രൂപ നീക്കിവെക്കുകയും ചെയ്തിരുന്നു. എന്നാൽ അതേസമയം അതിവേഗ റെയിൽ ലൈൻ പദ്ധതിയുമായി താൻ മുന്നോട്ട് പോകുമെന്നാണ് ശ്രീധരൻ പറയുന്നത്. ഇന്ന് ശ്രീധരൻ കാണിച്ച രാഷ്ട്രീയമല്ലേ? അതെ, രാഷ്ട്രീയമാണ് ഞാൻ പറഞ്ഞത്. അദ്ദേഹം പറയുന്ന രാഷ്ട്രീയമാണ് ഞാൻ പറഞ്ഞത്. അദ്ദേഹം അതെ, ഞാൻ ശ്രീധരന്റെ രാഷ്ട്രീയമാണ് പറയുന്നത്. സുനിൽ, ശ്രീധരനും രാഷ്ട്രീയം ഇതിൽ പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് ഇത് സംസ്ഥാന സർക്കാർ എന്തുകൊണ്ട് ഈ സമയത്ത് പറഞ്ഞു എന്നത് അദ്ദേഹം വിശദീകരിക്കുകയാണ്. പിന്നെ അദ്ദേഹം പറയുന്നു, എൻ്റെ പദ്ധതിക്ക് അനുമതിയുണ്ട്, ഞാൻ അതിൻ്റെ പരിപാടികളുമായി DPR പൂർത്തിയാക്കാൻ പോകുന്നു. DPR പൂർത്തിയാക്കാൻ എടുക്കുന്ന സമയം 5-8 മാസമാണെന്ന് പറയുന്നു. അപ്പോൾ അദ്ദേഹം പറയുന്നു, ആരൊക്കെയാണ് അപ്പോൾ ഭരണത്തിലുണ്ടാകുക എന്ന് പറയാൻ കഴിയില്ലല്ലോ എന്ന് കൂടി പറയുന്നുണ്ട്. അപ്പോൾ അതിൽ കൃത്യമായ രാഷ്ട്രീയം വ്യക്തമാണ്. അത് അദ്ദേഹം വിശദീകരിക്കുന്നുമുണ്ട്. ഇനി ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് KV തോമസ് പറഞ്ഞും കൂടി ഇതിൽ നോക്കണം. KV തോമസ് പറയുന്നത് ശ്രീധരനുമായ തർക്കത്തിനേ ഇല്ല എന്നാണ്. അദ്ദേഹം ഇതിൽ നടുക്ക് നിന്ന് ഈ ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന ആളാണ് എന്നുള്ളതുകൊണ്ട് അദ്ദേഹം പറയുന്നു കേരളത്തിന് അതിവേഗ റെയിൽ വേണം. ശ്രീധരൻ്റെ ആശയത്തെ എതിർക്കുന്നില്ല എന്ന് അദ്ദേഹം പറയുന്നു. ഈ ശ്രീധരന് ഡൽഹിയിൽ സ്വാധീനമുണ്ട്, ആ സ്വാധീനം ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് KV തോമസ് ഉന്നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം. അത് അങ്ങനെയാണ് ചെയ്യേണ്ടത്. വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പോരിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഗുണം ചെയ്യില്ല എന്ന് KV തോമസ് തിരിച്ചറിയുന്നുണ്ട്. അദ്ദേഹം പറയുന്നു, ഇപ്പോൾ 3 കാര്യങ്ങളാണോ, കെ റെയിലും അതിവേഗവും ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രപ്പോസലും. അപ്പോൾ 3 കാര്യങ്ങൾ ഏതായാലും ഏതെങ്കിലും ഒന്ന് കിട്ടുമല്ലോ, ഏതെങ്കിലും ഒന്ന് എന്തായാലും സാധ്യമാണ്. അതിപ്പോൾ നമുക്ക് കാണാം, ബജറ്റിൽ ഉണ്ടാകുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ അത് നടപ്പാക്കാൻ എടുക്കുന്ന സമയം അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. നമുക്കറിയാം, കേരളയിലെ സമയത്ത് കേരളയിൽ നടപ്പാക്കുമെന്ന മുഖ്യമന്ത്രി ഒരു വെല്ലുവിളിയുടെ സ്വഭാവത്തിൽ പ്രതികരിച്ചു. അതിനുശേഷം നമുക്കറിയാം, അപ്പം കൊണ്ട് എറണാകുളത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് വരുന്ന ദൂരത്തെക്കുറിച്ച് അത് നടപ്പിലാക്കാൻ കഴിയും. അല്ല, അന്ന് പറഞ്ഞ പ്രതികരണങ്ങളാണ് ഞാൻ പറയുന്നത്. അല്ലല്ല, വേണ്ടിയാകണം സുനിൽ, ജനങ്ങൾക്ക് വേണ്ടിയാകണം. അപ്പൊ അതൊരു വെല്ലുവിളിയുടെ സ്വഭാവത്തിലുള്ള ഭാഷയൊക്കെ ഉപയോഗിക്കുമ്പോഴാണ് പ്രശ്നം വരിക. അതാണ് കേരളീയ കാര്യത്തിൽ സംഭവിച്ചത്. ഈ മഞ്ഞക്കുറ്റിയൊക്കെ പ്രശ്നം ഇതിന് പ്രശ്നമില്ല. ഇന്നിപ്പോ വി ഡി സതീശൻ പറയുന്നുണ്ട് കാസർഗോഡ് നിന്ന് കടലോരം വഴി നമ്മുടെ തീരങ്ങൾ വഴിയുള്ള പുതിയ തീരത്തോട് ചേർന്നുള്ള ഷിപ്പ് സർവീസ് തിരുവനന്തപുരം വരെ. അപ്പം അങ്ങനെയൊരു പുതിയ പ്രോജക്റ്റ്, അങ്ങനെയൊരു പോർട്ട് സിറ്റിയായി കേരളത്തെ ഡെവലപ്പ് ചെയ്യണം എന്നൊരു ആശയം വി ഡി സതീശൻ മുന്നോട്ട് വയ്ക്കുകയാണ്. നല്ല ആശയമാണ്. കേരളം വികസിക്കട്ടെ എന്ന്, കേരളത്തിൽ പുതിയ ആശയങ്ങൾ വരട്ടെ. വികസന പദ്ധതികളും ജനങ്ങൾക്ക് വേണ്ടിയായിരിക്കണം എന്നുള്ളതാണ്. ജനങ്ങളെ ദ്രോഹിച്ചുകൊണ്ടായിരിക്കരുത് എന്നുള്ളതാണ്. അതാണ് പ്രശ്നം. അത് മാത്രമാണ് പ്രശ്നം. ചൈനയില് ഈ സെമി സ്പീഡ് റെയിൽവേ 1 കിലോമീറ്റർ പണിയാൻ വേണ്ടിയിട്ട് വേണ്ട എമൗണ്ട് എന്ന് പറയുന്നത് 425 കോടിയാണ് കാണിക്കുന്നത്. അപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ തിരുവനന്തപുരം വരെ കൊച്ചി വരെ സ്ഥലമില്ലാതെ നമുക്ക് എത്ര വേണം? 8,500 കോടി രൂപ മതി. ഞാൻ പറയുന്നത് ഇപ്പം മറ്റത് വെച്ച് നോക്കുമ്പോൾ 65,000 ഹൈവേക്ക് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടല്ലോ, 60,000 കോടി മാറ്റി വെച്ചിട്ടുണ്ട്. ഏത് സ്ഥലമില്ലാതെ മൊത്തം 80,000 കോടി പറയുന്നു. പക്ഷേ ഇത് സ്ഥലമില്ലാതെ 8,250 കോടി മതി തിരുവനന്തപുരം തുടങ്ങി കൊച്ചി വരെ. അപ്പം നമ്മളിപ്പം MC റോഡിന് വേണ്ടി സ്ഥല ഏറ്റെടുപ്പിന് മാറ്റി വെച്ചത് 5,000 കോടിയാണ്. നമ്മൾ 5,000 കോടി കൂടെ കൂട്ടു, ഏകദേശം അത്ര തന്നെയാണല്ലോ. വലിയ വ്യത്യാസമില്ല. അങ്കമാലി തുടങ്ങി തിരുവനന്തപുരം വരെയാണ് MC റോഡ് സ്ഥലം ഏറ്റെടുപ്പിൻ്റെ. അപ്പോൾ ആ 5,000 കൂടെ കൂട്ടി എത്രയാണ്? 13,500 കോടി രൂപയുണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ തിരുവനന്തപുരം വരെ കൊച്ചി വരെ ശരിക്കും നാഷണൽ ഹൈവേ ഈ പറഞ്ഞ അതിവേഗ റെയിൽവേ കൊണ്ടുവരാൻ പറ്റും. അത് സംസ്ഥാനം വിചാരിച്ചാലും നടക്കും. ഞാൻ പറയുന്നത് ഒരു വലിയ ബേർഡൻ വരുന്നില്ല. അത് ആ ഒരു 13,500 കോടി രൂപയുടെ പ്രൊജക്റ്റ് സംസ്ഥാനം വിചാരിച്ചാൽ നടക്കുന്ന കാര്യമുള്ളൂ. ശരി, അപ്പം നമുക്ക് അതിവേഗം അസാധ്യമോ എന്ന ചോദ്യത്തിന് യെസ് എന്ന് 2, നോ എന്ന് 2. Meet the editors.